ഹലോ, ഹലോ. ലിയാഖത്ത് ഭായ്, ആ, ഫ്രീ ആണോ? ഈ സമയത്ത് ഇനി ഫ്രീ ആവൂല. എന്നെപ്പോ? എന്തുപറ്റി? ഇല്ല, ഇത് സംസാരിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചത് അത്രേ ഉള്ളൂ. ഫ്രീ ഉണ്ടെങ്കിൽ കുറച്ച് സംസാരിക്കാം, ഒരു 10 മിനിറ്റ്. എന്താണ് സംസാരിച്ചു നോക്കാം നമുക്ക്. ഫ്രീ ഉണ്ടാ? 10 മിനിറ്റ് ഒന്നും ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഒക്കെ സംസാരിക്കാം. ഓക്കെ ഓക്കെ. അല്ല, ഞാൻ ഈ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. ഉം, ഭാഷ മനസ്സിലാവുന്നുണ്ടല്ലേ? നമ്മൾ ആ, കർണാടകയിലാണ്. ഉം, നിങ്ങൾ അത്ര ശുദ്ധമായ മലയാളമല്ല, അത് കുഴപ്പമില്ല. അത്യാവശ്യം പറയാൻ പറ്റും. ഉം, കന്നഡ മനസ്സിലാവും ഇല്ലല്ലേ? ഇല്ല. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഉം. ഈ നിങ്ങളെ പേരെന്താ? ഒരാൾ അഷ്റഫ് അഷ്റഫ് എന്ന് പറഞ്ഞിട്ട്, ആ, അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുന്നത്, ആ, ഒരു നല്ല ശക്തമായ ഒരാൾ, ആ, പൊളിറ്റിക്സും ഉം, ഫിസിക്കലും ഉം, എല്ലാം നിലക്കും, ഉം, നല്ല പണമുണ്ട്. ഉം, അദ്ദേഹം ഒരു പാവപ്പെട്ട ഒരു ബലഹീനനായ ഒരാളെ തല്ലുന്നു, ഉം, കൈയും കാലും പൊളിച്ചു വിടുന്നുണ്ട്, ഉം, എന്നിട്ട് കേസ് കൊടുക്കുന്നുണ്ട്. ഉം. കേസ് കൊടുത്തിട്ട് അവിടെ ഈ പൊളിറ്റിക്സിന്റെയും മറ്റുള്ള നിങ്ങൾ ഈ പണത്തിന്റെയും അൾട്ടിമേറ്റ് ജസ്റ്റിസ് അല്ലേ? എവിടെ നിന്ന് നീതി കിട്ടുമെന്നല്ലേ ചോദ്യം? ഓക്കെ, അതന്നെ. നീതി എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യർക്കിടയിൽ അനീതി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യരെല്ലാവരും തുല്യ അന്തസ്സും അവകാശമുള്ളവരാണെന്നുള്ള സങ്കല്പത്തിൽ നിന്നാണ് നീതിബോധമൊക്കെ ഉണ്ടായി വരുന്നത്. അത് വളരെ ചെറിയ പ്രായം തൊട്ടേ മീൻസ് ഒരുപാട് കാലം പഴക്കമുണ്ട് ഈ നീതിബോധത്തിന് മനുഷ്യന്റെ. ഉം, അപ്പോ ഇത് മനുഷ്യന്റെ സാമൂഹിക ജീവിതമായി ബന്ധപ്പെട്ട് ഉള്ള കാലം മുതൽ തന്നെ ഉം, വ്യക്തികൾക്ക് അല്ലെങ്കിൽ കുടുംബത്തിനുള്ള നീതി, അത് കഴിയുമ്പോൾ ഗോത്രങ്ങൾ അവരുടെ പൊതുവായ നീതി, പിന്നെ അത് കഴിയുമ്പോൾ സ്റ്റേറ്റ്സ്, ഉം, രാജ്യങ്ങൾ, അങ്ങനെ ഇപ്പൊ ഉം, നമ്മൾ എത്തി നിൽക്കുന്നത് ആഗോള മാനവികത എന്ന് പറയുന്ന ഒരു സാധനത്തിലാണ്. ഉം, അപ്പൊ ഇതിൽ ഇനിയും പോരായ്മകൾ ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ പറയുന്ന സിനാരിയോ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണോ ചെയ്യാൻ പറ്റുക അത് ചെയ്യാനുള്ളത് മാത്രമേ പറ്റുള്ളൂ. ഉം, അതല്ലാത്ത ഒരാൾക്ക് നീതി, അൾട്ടിമേറ്റ് ജസ്റ്റിസ് എന്നൊരു സാധനം, ഉം, അങ്ങനെ ഒരു സാധനം ഇല്ല. ഉം. അങ്ങനെ ഒരു സാധനം ഇല്ല. ഇല്ലാത്തൊരു സങ്കല്പമാണ്. നമുക്ക് ആഗ്രഹം ഉണ്ട് അത്. നീതി എന്ന് പറഞ്ഞിട്ട് ഇല്ല. അങ്ങനെ അൾട്ടിമേറ്റ് ജസ്റ്റിസ് എന്നൊരു സാധനം ഇല്ല. അതായത് ആത്യന്തിക നീതി, അതല്ല നിങ്ങളെ ചോദ്യം. ഉം. ആത്യന്തിക നീതി അതായത് എന്നൊരു സാധനം ഇല്ല. മനസ്സിലായില്ല. ഇപ്പൊ അദ്ദേഹം കോടതിയിലേക്ക് പോന്ന് പണവും സ്വാധീനവും എല്ലാം ഉപയോഗിച്ചിട്ട് പുറത്തേക്ക് വരുന്നു, ഉം, ഇദ്ദേഹം കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഉം. അപ്പൊ ഇദ്ദേഹത്തിന് നീതി കിട്ടുന്നില്ല. ഇദ്ദേഹത്തിന് എങ്ങനെയും നീതി കിട്ടൂല. അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാത്തൊരു അപ്പൊ സമൂഹത്തിന് വേണ്ടി ശ്രമിക്കാനേ പറ്റുള്ളൂ. അപ്പോഴാണ് എന്റെ ഒരു ഉപചോദ്യമുണ്ട്. ഉം, ഇപ്പൊ നീതി കിട്ടുന്നില്ല എങ്കിൽ ഉം. അപ്പൊ ഞമ്മ ഈ പണമുള്ള ആൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ ചെയ്യാം അങ്ങനെയല്ലല്ലോ. എന്ന് പറഞ്ഞുള്ള ഒരു മിനിറ്റ് അതല്ല നിങ്ങൾക്ക് മനസ്സിലാവാത്ത അതാണ്. അതായത് കംപ്ലീറ്റ് ചെയ്തിട്ട് അല്ല, നിങ്ങളിത് ഇങ്ങനെ കഷ്ടപ്പെട്ട് വളഞ്ഞു പിടിക്കണ്ട. ഞാൻ ആദ്യം നിങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോ തന്നെ ഞാൻ പറഞ്ഞില്ലേ, കംപ്ലീറ്റ് ചെയ്തിട്ട് അതിനർത്ഥം പിന്നെ കഴിവുള്ളവന് എന്തും ചെയ്യാമെന്നുള്ളതല്ല. അങ്ങനെ ഒരു സാമൂഹ്യക്രമം ഇല്ലാതിരിക്കാൻ, അതായത് അനീതി മനുഷ്യർ നേരിടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. വൺസ് അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു അൾട്ടിമേറ്റ് ജസ്റ്റിസ് എന്ന് പറയുന്ന സാധനം പോസിബിൾ അല്ല. അത് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 ഉദാഹരണങ്ങളിലൂടെ തെളിയിച്ചു തരാം. ഉദാഹരണം പറയും. ഇപ്പൊ നിങ്ങൾ ഉദാഹരണം പറയുന്നതിന് മുമ്പ് ലിയാഖത്ത് ഭായി, ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട്, നിങ്ങൾ പറഞ്ഞതുപോലെയാണെങ്കിൽ നീതി ഇവിടെ കിട്ടൂലെന്ന് അറിഞ്ഞിട്ട് ആ ഒരു ഈ മൈൻഡ് സെറ്റിൽ ഒരാളുണ്ടെങ്കിൽ ഇവിടെ എല്ലാ ദുനിയാവൻ എന്താവും? അനാചാരവും അക്രമവും അനീതിയും. അങ്ങനെ ആവാതിരിക്കാനാണ് സാമൂഹ്യ ക്രമങ്ങൾ ഉള്ളത്. അല്ല, സാമൂഹിക ക്രമമെല്ലാം ഉണ്ട്. പക്ഷെ ഈ നീതി എന്ന് പറഞ്ഞിട്ട് ഒരു നീതിയിൽ വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ, നീതിയിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ നീതി എന്താണെന്നുള്ള യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരും ആദ്യം. എന്താണ് ജസ്റ്റിസ്? ഇതിനേക്കുള്ള ഉത്തരം നിങ്ങൾ ആദ്യം നമ്മളൊരു കാര്യം മുസ്ലിം എന്ന് പറയുന്നത് യുക്തിവാദി എന്ന് പറയുന്നത്. യുക്തിവാദി ആകുമ്പോക്ക് നീതി എന്ന് പറഞ്ഞിട്ട് എങ്ങനെ വേണമെന്നല്ലേ? മതം ഇരിക്കട്ട്, മതം ഇല്ലാതിരിക്കട്ട്, ശരി. ഇത് നമുക്ക് ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു നീതി, അതായത് ഇവിടെ ഒരു ശക്തനായിട്ടുള്ള, പറയട്ടെ, ഞങ്ങൾ പറയാൻ സമ്മതിക്കൂ. ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. ഉദാഹരണം പറഞ്ഞുതരാം. അതായത് നീതി, അല്ല, ഞാൻ പറയണത് ഇത് നിരന്തരമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്ന വിഷയമാണ്. ആത്യന്തിക നീതി എന്ന് പറഞ്ഞിട്ട് എന്റെ ചാനലിൽ ഇതേപോലെ വേറൊരു ഉസ്താദ് സംസാരിച്ചത് അവിടെ കിടക്കുന്നുണ്ട്. മനസ്സിലായോ? കിട്ടുമോ? എങ്ങനെ? ക്ലിപ്പ് ഒന്ന് അയച്ചേരി. ഞാൻ നോക്കാം. അതിന്റെ ചാനലിൽ ആത്യന്തിക നീതി എന്ന് ലിയാഖത്ത് അലി CM അടിച്ചാൽ കിട്ടും. അല്ല, നിങ്ങൾ ഇടക്കിടക്ക് ഞാൻ ഇത് ചെയ്യുമ്പോക്കില്ല, നാട്ടിലേക്ക് പോകുമ്പോഴല്ല, ബസ്സിൽ, ഞാനിപ്പോ അങ്ങനെ പേഴ്സണലായിട്ട് അയച്ചു തരുമെന്നുള്ള മറന്നിട്ടില്ലെങ്കിൽ അയച്ചു തരാം. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ നീതിബോധം എന്ന് പറയുന്നത് മനുഷ്യർ ആർജിച്ചിട്ടുള്ള ഒരു മൂല്യബോധമാണ്. ഇത് മനുഷ്യരുടെ സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ സാമൂഹ്യ ജീവിതയായി വളരുന്ന സമയത്ത് സാമൂഹികമായിട്ടുള്ള ജീവപരിണാമത്തിന്റെ ഭാഗമായിട്ട്, സാമൂഹ്യ പരിണാമം എന്ന് പറയുന്നത്, സോഷ്യൽ എവല്യൂഷൻ,
ഉം, അതിന്റെ ഭാഗമായിട്ട് മനുഷ്യർ ആർജിച്ചിട്ടുള്ള ഒരു മൂല്യബോധമാണ് നീതി എന്ന് പറയുന്നത്. ഉം. അത് പ്രകൃതിയിലുള്ളതല്ല. പ്രകൃതിയിൽ അങ്ങനെ പ്രകൃതിയിലുള്ളതല്ല. ഒരു നീതി എന്ന് പറയുന്ന സാധനം ഇല്ല. ഉം. മനസ്സിലായോ? അപ്പൊ ഇത് പ്രകൃതി ഇത് എവിടെ നിന്ന് പറയട്ടെ, നിങ്ങൾ ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെ? കംപ്ലീറ്റ് ചെയ്യട്ടെ, ഓക്കെ 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 പറയട്ടെ. ഓക്കെ. ഓക്കെ, പ്രകൃതിയിൽ ഇപ്പൊ എന്താ, കാട്ടിലെങ്ങനെയാ? കാട്ടിലിപ്പോ ഒരു പുലി ഒരു മാൻകുട്ടിയെ പുറകെ കൂടുന്നു. 10 മാൻകുട്ടികൾ ഓടുന്നു, അതിലൊരു പുലി ഓരോ മാൻകുട്ടിനെ പിടിച്ച് തിന്നുന്നു. ഉം. ആ മാൻകുട്ടി അവിടെ അനീതി നേരിടുന്നു. അല്ലല്ല, പറയട്ടെ, മൃഗത്തിന് പറഞ്ഞുതരാ. അപ്പൊ മൃഗങ്ങൾക്ക് കഥ വേറെ ആവുന്നത് മനുഷ്യൻ അതിൽ നിന്ന് വിഭിന്നമായ രീതിയിൽ ഈ കാര്യങ്ങളെ ഡിഫൈൻ ചെയ്യുകയും അതിന് ചില സാമൂഹ്യ നിയമങ്ങളും വ്യവസ്ഥകളൊക്കെ സങ്കല്പിച്ചുണ്ടാക്കി മെനക്കെട്ടുണ്ടാക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പൊ പണ്ട് കാലത്ത് ഗോത്രങ്ങൾക്ക് തമ്മിലായിരുന്നു നീതി. ആദ്യം കുടുംബം, പിന്നെ ഗോത്രം എന്നുള്ളതാണ്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എല്ലാ മനുഷ്യർക്കും തുല്യമായ അന്തസ്സും അവകാശം ഉണ്ടെന്നുള്ള സങ്കല്പത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിനെ എത്തിപ്പിടിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അതിലേക്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ട് ലയിക്കാൻ കഴിയാത്ത ഏക വിഭാഗം എന്ന് പറയുന്നത് ഇതെല്ലാം പറഞ്ഞുതരാം. അപ്പൊ ഈ നീതി എന്ന് പറയുന്ന സാധനം സാമൂഹ്യ ജീവിതത്തിൽ നീതി എന്ന് പറയുന്നത് മനുഷ്യര് സങ്കല്പിച്ചെടുത്ത് മനുഷ്യര് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു സങ്കല്പാണ്. ഈ സങ്കല്പം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയത്? സങ്കല്പാണ്. നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ വ്യാഖ്യാനം അല്ല, ആരെങ്കിലും ഇതിനെ പറ്റി തത്വചിന്തകന്മാരാ അല്ലെങ്കിൽ ബുദ്ധിജീവികളാ? അതെ, നീതിബോധം എന്ന് പറയുന്നത് മനുഷ്യർ, അതായത് അങ്ങനെ ഒരുപാട് ഇമാജിൻ റിയാലിറ്റികൾ ഉണ്ട്. മനസ്സിലായോ? ഒരുപാടെണ്ണം ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ഒരുപാടെണ്ണം ഉണ്ട്. ഈ ലിയാഖത്ത് ഭായ് എന്ന് പറയുന്ന ഒരാളിൽ നിന്ന് ഈ സംഭവം അല്ല, ഒരാളല്ല. നിങ്ങൾ എവിടെ വേണമെങ്കിൽ അന്വേഷിച്ചോ. എവിടെ എവിടെ നിങ്ങൾ അന്വേഷിക്ക്. അല്ല, അന്വേഷിക്കുന്ന ഞാൻ നിങ്ങൾക്ക് അന്വേഷിക്കേണ്ട എല്ലാ വഴികളും ഞാൻ പറഞ്ഞു തന്നാ എങ്ങനെ? അല്ലല്ല, അങ്ങനല്ല. ഞാൻ നിങ്ങൾ പറയട്ടെ, ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ പൂർത്തീകരിക്കാൻ സമ്മതിക്കട്ടെ. സമ്മതിക്കാം. അപ്പൊ അതുകൊണ്ട് ഈ നീതി നിഷേധം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതായത് ഒരാളോട് അനീതി കാണിക്കുന്നു, ഒരാളുടെ അവകാശം ഹനിക്കുന്നത്, അതാണ് അയാളോട് കാണിക്കുന്ന അനീതി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങൾ ഇല്ലാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതാണ് മനുഷ്യർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടും. അപ്പോ അങ്ങനെ ഒരു സംഭവം ഒരാൾ അനീതി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിന് മറികടക്കാനും വേറൊരാൾക്ക് അത്തരം അനീതികൾ ഉണ്ടാകാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിൽ നീതിന്യായ വ്യവസ്ഥിതികളുള്ളത്. അതൊക്കെ മനുഷ്യരുണ്ടാക്കിയതാ. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടു പോയി എന്ന് വിചാരിക്കാം. അതിൽ നിന്ന് മനുഷ്യനുണ്ടാക്കിയ നീതിന്യായ വ്യവസ്ഥയിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടു പോയി എങ്കിൽ, ഒരു മിനിറ്റ്, രക്ഷപ്പെട്ടു പോയി എങ്കിൽ അയാൾ രക്ഷപ്പെട്ടു പോയി എന്ന് തന്നെ ഉള്ളൂ. മനസ്സിലായോ? അതിന് വേറെ ഒരാൾക്ക്, അതായത് മരിച്ചു ചെന്നിട്ട് ഒരു നീതി നടപ്പിലാക്കാൻ പറ്റുമെന്നൊരു സ്വപ്നവും ആവാം. അതൊരു യാഥാർത്ഥ്യമല്ല, അത് മതകഥകൾ മാത്രമാണ്. യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയാലെന്നെ മനസ്സിലാവുള്ളൂ അല്ലേ? നമ്മളൊരു വിശ്വാസത്തിൽ ഇനി അങ്ങനെ പോയാലും ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ പോയാലും നീതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ സങ്കല്പിക്കുന്ന തരത്തിലുള്ള ഒരു നീതി നിർവഹണം സാധ്യമല്ല. ഞാൻ അത് കംപ്ലീറ്റ് ചെയ്യട്ടെ സുഹൃത്തെ. ഞങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞു തരണമല്ലോ. അല്ല, ഞാൻ ആ ഉദാഹരണം കൂടി പറഞ്ഞിട്ട് നിങ്ങൾ ബാക്കി പറഞ്ഞോ. അപ്പൊ അത് അങ്ങനെ അല്ലാത്തൊരു നീതി, അത് മരിച്ചു ചെന്നിട്ടൊരു നീതി നടപ്പിലാകണ്ടേ എന്നാണ്. നീതി ഉണ്ടാവണം നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. അതിവിടെ സംഭവിക്കാതെ പോയാൽ, ആരെങ്കിലും അനീതി നേരിട്ടാൽ അയാൾക്ക് നീതി കിട്ടുന്ന ഒരു ഇടം വരും എന്നത് ഒരു സങ്കല്പ കഥ മാത്രമാണ്. അതിന് തെളിവോ യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒന്ന്. രണ്ടാമത്തത് അങ്ങനെ ഒരു നീതി നടപ്പിലാക്കാൻ ഇനിയിപ്പോ സാക്ഷാൽ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് അള്ളാഹുവിനും കഴിയില്ല. അതിലൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒറ്റ ഉദാഹരണം, ഒരു സിനാരിയോ പറയാം. നമ്മുടെ ഗോവിന്ദ ചാമിയാൽ പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ട ഒരു സ്ത്രീയുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്, സൗമ്യ. ഓക്കെ, ഈ പറയട്ടെ. അപ്പോ ഈ ഒരു അക്രമം നടന്ന ഒരു അക്രമിയുണ്ട്, ഒരു അക്രമത്തിന് ഇരയായ ഒരു സ്ത്രീയുണ്ട്. ഇവിടെ നമുക്ക് ചെയ്യാവുന്നത് ആ സ്ത്രീയുടെ ജീവൻ രക്ഷപ്പെടാ എന്താണോ ചെയ്യേണ്ടത് അതാണ് ചെയ്യേണ്ടിയിരുന്നത്. അതായത് അവരുടെ സുരക്ഷ, അക്രമികൾ ട്രെയിനിൽ കയറാതിരിക്കാനുള്ള സംവിധാനം, അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള മെക്കാനിസം, ഇതൊക്കെയാണ് നമ്മളത് ഉണ്ടാവേണ്ടിയിരുന്നത്. അതില്ലാതെ പോകുമ്പോൾ അതിനെ മറികടന്ന ഒരാൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുന്നിലുള്ളത് ഈ അക്രമിയെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുക, അയാളെ ഐസൊലേറ്റ് ചെയ്യുക, ജയിലിൽ അടക്കുക, ശിക്ഷിക്കുക എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യം അക്രമം പ്രവർത്തിച്ച ആൾക്കുള്ള ശിക്ഷയാണ്. അതൊരിക്കലും ഈ മരണപ്പെട്ട കുട്ടിക്ക് കിട്ടുന്ന നീതിയല്ല. മനസ്സിലായോ? മരണപ്പെട്ട കുട്ടിക്ക് നിഷേധിക്കപ്പെട്ട നീതി എന്ന് പറയുന്നത് ഇവിടെ സ്വസ്ഥമായും സമാധാനമായിട്ടും മറ്റെല്ലാ മനുഷ്യരെയും പോലെ ജീവിക്കാനുള്ള അവകാശമാണ് നിഷേധിക്കപ്പെട്ടത്. ഓക്കെ, അതിന് ഇവിടെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി ഇത് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയൊരു നീതി കിട്ടുമോ?
കിട്ടുമോ? കഴിഞ്ഞ ആ അല്ല ഞാൻ ഇപ്പൊ പറയുന്നത് അപ്പൊ നീതി കിട്ടുന്നില്ല, ഇത് മനുഷ്യൻ സങ്കല്പിച്ചെടുത്തതാണെന്ന് അതെ പറഞ്ഞിട്ട്. ഈ നീതി എന്ന് പറഞ്ഞിട്ട് മനുഷ്യനുണ്ടാക്കിയതാ അതെ അല്ല ദൈവം ഉണ്ടാക്കിയതാ? മനുഷ്യൻ നിങ്ങൾ പറയുന്ന മനുഷ്യന് മനുഷ്യരുണ്ടാക്കിയാണ്. ഈ നീതി ദൈവത്തിന് വരെ മനുഷ്യരുണ്ടാക്കിയതാണ്. അല്ല ദൈവത്തിന്റെ ഒരു കഥ ഇരിക്കട്ടെ, ഇപ്പൊ നീതിന്റെ സംസാരിക്കും, ഒരു സബ്ജക്റ്റിൽ നിന്ന് സംസാരിക്കാം. അപ്പൊ നിങ്ങൾ ദൈവത്തിനെ വലിച്ചു കൊണ്ടുവരണോണ്ടാണ് ചോദിക്കുന്നത്. അല്ല അല്ല ദൈവവിശ്വാസികൾക്ക് ഈ നീതി കൊണ്ട് വിശ്വസിച്ചാൽ എന്ത് കിട്ടും എന്ന് പറഞ്ഞിട്ട് ദുനിയാവിൽ സമാധാനവും ശാന്തിയും ഉണ്ടാവും പറഞ്ഞിട്ടുള്ളതിലേക്ക് ഞാൻ വരുന്നത്. അത് പോരാ, അതാ ഞാൻ പറഞ്ഞ അങ്ങനെ സങ്കല്പ കഥയാണ്, അത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പറയട്ടെ, വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലേ? അപ്പൊ ആ വിശ്വാസത്തിന് നിങ്ങൾ എന്തിനാ എതിർക്കുന്നത്? വിശ്വസിച്ചോ, നിങ്ങൾ അങ്ങനെ ആരാ എതിർക്കുന്നത്? അവിടെയാണ് പോയിന്റ്. അല്ല ആരാ എതിർത്തത്? അള്ളാഹു എന്ന് പറഞ്ഞത് ഫേക്ക്, ഖുർആൻ എന്ന് പറഞ്ഞത് ഫേക്ക്. നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാനുള്ള ഒരു മിനിറ്റ് നിങ്ങൾ ചിരിച്ചല്ലോ, ഒരു കാര്യം ഒരു ഡയലോഗ് പറഞ്ഞ് ചിരിച്ചല്ലോ. അല്ല ഒരു മിനിറ്റ്, നിങ്ങൾക്ക് വിശ്വസിക്കാനുള്ള അവകാശം ഇല്ലാന്ന് ഞാൻ പറഞ്ഞോ? നിങ്ങൾ അങ്ങനെ വിശ്വസിക്കാനുള്ള അവകാശം ഉണ്ട്. ഫേക്ക് എന്ന് പറയുമ്പോ വിശ്വസിക്കാൻ പാടില്ലല്ലേ? ഫേക്ക് എന്ന് പറയുമ്പോ നമ്മൾ വിശ്വസിക്കാൻ പാടില്ലല്ലേ? എങ്ങനെ ഒരു സംഗതി ഫേക്ക് എന്ന് പറയുമ്പോ ഫേക്ക് എന്നാണോ ഉദ്ദേശിച്ചത്? ഓക്കെ, ഒരു ഫേക്ക് എന്ന് പറഞ്ഞെങ്കിൽ അത് നമ്മൾ വിശ്വസിക്കാൻ പാടില്ലല്ലേ? ഇല്ല, തെറ്റല്ലേ? അത് തെറ്റല്ല. എങ്ങനെ തെറ്റാവണേ? പിന്നെ നിങ്ങൾക്കത് ഫേക്ക് അല്ലല്ലോ, നിങ്ങൾ വിശ്വസിച്ചോ? ഒരു ബോട്ടിൽ നിങ്ങൾ ഈ നീതിനെ ഒന്ന് തീരുമാനാക്കി. ഈ സൗമ്യ ഗോവിന്ദചാമി കേസിൽ ദൈവനീതി എങ്ങനെ നടപ്പിലാക്കുന്നു ഞാൻ പറയുന്നത് അതാ. നമ്മളിപ്പോ എന്താക്കുന്നത് ഈ നീതിന്റെ വിഷയത്തിൽ നിങ്ങളൊരു ഉദാഹരണം പറയേ. അതാ ഞാൻ ഇപ്പൊ പറഞ്ഞ ഉദാഹരണത്തിൽ നിങ്ങളുടെ പോയിന്റ് എങ്ങനെയാണ് ദൈവം നീതി നടപ്പിലാക്കാൻ? ഇങ്ങനെ നിങ്ങൾ കുറെ സംസാരിക്കുമ്പോൾ ഞാൻ കേട്ടില്ലേ? ഓക്കെ ഓക്കെ പറഞ്ഞു മൂളി പറഞ്ഞു സമാധാനത്തിൽ സഹനത്തോട് പോയിന്റിൽ പറയേ, വെറുതെ നിങ്ങളും പോയിന്റിൽ പറയുമ്പോഴല്ലേ നീട്ടിക്കൊണ്ടുപോയത്? ഞാൻ പോയിന്റിലാ പറഞ്ഞത്. നിങ്ങളും പോയിന്റ് പറയുമ്പോ നിങ്ങൾ നീട്ടിക്കൊണ്ടുപോയി പോയിന്റിലേക്ക് എത്തിക്കണല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്താ ഇത്ര ഞാൻ പറഞ്ഞല്ലോ സമയമില്ല എന്നുള്ളത്. സമയമുള്ള സമയത്ത് ഞാൻ വിളിക്കുന്നത് ഉള്ള പോയിന്റ് പറഞ്ഞോ, നിങ്ങൾ പോയിന്റിൽ പറയും. ഇത് ഇങ്ങനെ സംസാരിക്കുന്നതിനേക്കാൾ അങ്ങനെയല്ല, നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ വേറൊരു വിഷയത്തിലേക്ക് പോകാനുള്ള സമയം തന്നെങ്കിൽ അതല്ല സംസാരിക്കുന്നത് നല്ലത്. ഇത് പറയും, ഞാൻ കേൾക്കാം. അപ്പോ ഞാൻ പറയുന്നത് ഇപ്പൊ ഒരു ബലഹീനമായ ഒരാളെ അടിച്ച് കൈയും കാലും അടിച്ചു. അപ്പൊ ശക്തമായ ഒരാൾക്ക് പെട്ടെന്ന് നമ്മൾ എന്താക്കുന്നു, കോർട്ടിൽ പോയിട്ട് അവന് പൈസ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ പൊളിറ്റിക്സില അല്ലെങ്കിൽ ജഡ്ജിനെ ഇതാക്കിയിട്ട്. ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ഒന്നാന്തര ഉദാഹരണം മനുഷ്യർക്ക് മനസ്സിലാവണത് പറഞ്ഞില്ലേ, ഗോവിന്ദചാമി സൗമ്യ. അതിൽ പറയും എങ്ങനെയാണ് നീതി നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, അപ്പൊ നമുക്ക് ഈ ബലഹീനമായ ഒരാൾക്ക് നീതി കിട്ടുന്നില്ല എങ്കിൽ അയാൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം ഉണ്ടാവും. മനസ്സിലായില്ല? ദൈവത്തിലുള്ള ഒരു വിശ്വാസമുണ്ട്. പടച്ച റബ്ബ് അല്ലെങ്കിൽ ഒരു കാഫിറായ മനുഷ്യനാണെങ്കിൽ അവനിക്ക് എന്തുണ്ടാവും? ഹിന്ദു മതത്തിൽ വിശ്വസിക്കും. അവനിക്ക് എന്റെ ദൈവം അവനിക്ക് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ആ ഒരു വിശ്വാസത്തിൽ സമാധാനിക്കും. അദ്ദേഹം മരിച്ചിട്ടില്ല, കൈയും കാലം ദൈവം അവനിക്ക് എന്ത് കൊടുക്കുന്ന? എനിക്ക് ഒരു മിനിറ്റ്. ദൈവം ഈ അക്രമം പ്രവർത്തിച്ച ആൾക്ക് എന്ത് കൊടുക്കും? ശിക്ഷ കൊടുക്കുന്നതാണോ? നാളെ ശിക്ഷ കൊടുക്കും പറഞ്ഞിട്ട് ഒരു മിനിറ്റ് ഒരു അക്രമിക്ക് കൊടുക്കുന്ന ഒരു അക്രമിക്ക് ദൈവമോ നിങ്ങൾ നീതിയിൽ നിങ്ങൾ കുറ്റവും ശിക്ഷയിലേക്ക് പോയി, നിങ്ങൾ നീതി വിട്ടുപോയി. നിങ്ങൾ നീതിയിൽ സംസാരിക്കുന്ന സുഹൃത്തെ, കുറ്റവും ശിക്ഷ വേറെ വിഷയമാണ്. അല്ലല്ല കുറ്റല്ല, ഈ വിശ്വാസം ശിക്ഷ വേറെയാണെന്ന്. നിങ്ങൾ അഭിപ്രായത്തിൽ നീതി മനുഷ്യൻ സങ്കല്പിച്ചതാണെങ്കിൽ നീതി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ എല്ലാവരും അക്രമവും അനീതിയും. നീതി മനുഷ്യൻ സങ്കല്പിച്ചതാണ്, ഇല്ല എന്നല്ല പറഞ്ഞത്. മനുഷ്യൻ സങ്കല്പിച്ചതാണ് ഇവിടെ ഉണ്ട്. അതിൽ പോരായ്മകൾ ഉണ്ടാവും. അത് കറക്റ്റ് ചെയ്യാൻ മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടിരിക്കും, അത്രേ ഉള്ളൂ. ഇല്ല, നിങ്ങൾക്ക് മറുപടി ഇല്ല ഇതില്. നിങ്ങൾക്ക് മറുപടി ഇല്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ പറയുന്നത് ഒരാൾക്ക് ഒരു പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോയിന്റ് തന്നെ എടുത്തോളൂ. നിങ്ങൾ എന്തിനാ ഉദാഹരണം വേറെ തപ്പിപ്പോലെ? നിങ്ങൾക്ക് മനസ്സിലാവാൻ നിങ്ങൾ പറയുന്നത് നീതി എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ കേൾക്കുന്നത്. നിങ്ങൾ ഇത് അല്ല, നിങ്ങൾ തർക്കിക്കാണ്. കാരണം നിങ്ങൾ കുറ്റവും ശിക്ഷയിലേക്ക് കടന്നു. നിങ്ങൾ നീതി വിട്ടു, നിങ്ങൾ കുറ്റവും ശിക്ഷയിലേക്ക് പോയി. ആ നിലക്ക് നിങ്ങൾ സംസാരിക്കണ്ട. അങ്ങനെയല്ല, കുറ്റവും ശിക്ഷയും അല്ല സംസാരിക്കുന്നത്, നീതിയാണ്. നീതിയല്ല കുറ്റവും ശിക്ഷയും, രണ്ട് കാര്യമാണ്. ഒരു മിനിറ്റ്, രണ്ട് കാര്യം. ഒരു കാര്യം മറ്റൊന്നിലേക്ക് ചേർന്ന് നിങ്ങൾ പറഞ്ഞു, ഞാൻ മനസ്സിലാക്കി തരാം. അത് നിങ്ങൾ കേൾക്കാനുള്ള താല്പര്യം എടുക്കണോ? എന്തിന്? നീതി വേറെയും കുറ്റവും ശിക്ഷയും വേറെ സാധനമാണ്. അത് നിങ്ങൾക്ക് അറിയാത്തതിന് എന്റെ കുറ്റമല്ലോ. എന്റെ പൊന്നാര ലിയാഖത്ത് ഭായി, അപ്പൊ നീതി എന്ന് പറഞ്ഞ കുറ്റവും ശിക്ഷ ഞാൻ പറയുന്നത്. കുറ്റവും ശിക്ഷ അല്ലല്ലോ നിങ്ങൾ ചോദിച്ചത്, നിങ്ങൾ നീതിയല്ലേ ചോദിച്ചത്. ഒരാള് ലിയാഖത്ത് ഭായി, നിങ്ങൾ കുറ്റവും ശിക്ഷയുമാണോ പറയണത്? ഒരാൾ തെറ്റ് ചെയ്തവർക്കുള്ള ശിക്ഷയെ കുറിച്ചാണോ ചോദിക്കുന്നത്, നീതിയെ കുറിച്ചാണോ ചോദിക്കുന്നത്? ഒരു അസ്വസ്ഥനാകുന്നത് നിങ്ങളെ ഒരു ക്ലാരിറ്റി വേണ്ട സുഹൃത്തെ. ഞാൻ ചോദിക്കുന്നത്
അപ്പൊ ഞാൻ ആരും ഇപ്പൊ അസ്വസ്ഥനല്ല ഇവിടെ. നിങ്ങൾ നിങ്ങൾ ഇത് വെറുതെ കുറ്റം നിങ്ങൾ ആളെ ചെയ്ത തട്ടിങ്ങാക്കി ആൾക്കുള്ള ശിക്ഷയെ കൊണ്ടുവരുന്ന ആളാ. കുറിച്ചാണോ ചോദിക്കുന്നത്? അല്ലല്ല, നിങ്ങൾ നീതി ഇപ്പൊ ഞാൻ നിഷേധിക്കപ്പെട്ടവർക്ക് നീതിയെ കുറിച്ചാണോ നിങ്ങൾ ചോദിക്കുന്നത്? സംസാരിക്കുന്നത്. അപ്പൊ ഇതിനെ യൂട്യൂബിലേക്ക് നിങ്ങൾ കേട്ടൂല. ഇടും, തീർച്ചയായിട്ടും ഇടും. ആ അപ്പൊ അപ്പം ആൾക്കാർ മനസ്സിലാക്കിക്കോട്ടെ, നാട്ടുകാർ ആ മനസ്സിലാക്കി. നാട്ടുകാർ മനസ്സിലാക്കട്ടെ. നിങ്ങൾ ഞാൻ ഒരു ചോദിക്കുന്ന പോയിന്റ് നിങ്ങൾ സമാധാനത്തിൽ പറയുന്നില്ല, നിങ്ങൾ അഡ്രസ് ചെയ്യുന്നില്ല. ഒരു മിനിറ്റ് ഞാൻ നിങ്ങളൊരു പോയിന്റ് ക്ലിയർ ചെയ്യൂ സുഹൃത്തെ. കുറ്റവും ശിക്ഷയുമാണോ സംസാര വിഷയം, നീതിയാണോ? വിഷയം അവതരിപ്പിച്ചത്, ഈ വിഷയം അവതരിപ്പിച്ചത് ഞാനല്ലേ. നിങ്ങൾ അവതരിപ്പിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ അവതരിപ്പിച്ച വിഷയം ഏതാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ഇപ്പൊ അവിടുന്ന് ഒരുപാട് ദൂരം പോയി. ഇതാ ലിയാഖത്ത് ഭായി, അതായത് നിങ്ങൾ സംസാരിക്കുന്നത് കുറ്റവും, അത് നിങ്ങൾക്കങ്ങ് പറഞ്ഞ തീരുമല്ലോ പ്രശ്നം. എന്താ നിങ്ങൾ ഇത്ര വാശി പിടിക്കുന്നത്? എന്തിനാ വാശി പിടിക്കുന്നത്? നിങ്ങൾ അവതരിപ്പിക്കുന്ന വിഷയം ആത്യന്തിക നീതിയാണോ? ബഹളം വെക്കണ്ട. ഒരു വിഷയം സംസാരിച്ചിട്ടേ പോകാൻ പറ്റൂ. അങ്ങനെ നിങ്ങൾ വിചാരിച്ച പോലെ ഉരുണ്ടു പോകാനും പറ്റത്തില്ല. ചിരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കുറ്റവും ശിക്ഷയും എന്ന വിഷയത്തിലാണോ, ആത്യന്തിക നീതിയിലാണോ? അത് കിട്ടൂല. നിങ്ങൾ ചിരിച്ചോ, ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിയുണ്ട്. അല്ലല്ല, കേൾക്കുന്ന ആൾക്ക് ബുദ്ധി. അപ്പൊ നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം പറയാൻ തയ്യാറല്ല. ശരി, നിങ്ങൾ മറുപടി പറയല്ലേ, നിങ്ങൾ വിടണല്ലേ. ഒരു മിനിറ്റ് നിങ്ങൾ പറയുന്നില്ല. നിങ്ങൾ ഇതുവരെ ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. കേൾക്കും ലിയാഖത്ത് ഭായി, എന്റെ പൊന്നാര ഭായി, ഒന്ന് ഞാൻ സംസാരിക്കുന്നത് കേക്ക്. അപ്പോ ഒരാൾക്ക് നീതി കിട്ടുകയാണെന്ന് അറിഞ്ഞിട്ട് ഇവിടെ ഇല്ലാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ എല്ലാരും അക്രമത്തിലും അനീതിയിലും അശാന്തിയിലും കൊള്ളയും കൊലയും ഇങ്ങനെ ആയിട്ട് തുടരും. അതുകൊണ്ട് നമ്മൾ മതം വിശ്വസിക്കുന്ന ഞാൻ പറയുന്നത് വിടില്ല, നിങ്ങൾ നുണ പറയുന്നതാണ്. എന്നെ പറയാൻ തെറ്റിദ്ധരിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് വെക്കുമ്പോൾ അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയും. ഞാൻ കേൾക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ വിടണല്ലേ, ഇടക്കേറാൻ പാടില്ല. നിങ്ങൾ എത്ര വേണമെങ്കിൽ സംസാരിക്കും, ഞാൻ ഇടക്കേറൂല, അത് ഉറപ്പ്. അങ്ങനെ ആ നിലക്കാണെങ്കിൽ അപ്പൊ നമുക്ക് മതം വിശ്വസിക്കുന്ന ആൾക്ക് ഏത് മതത്തിന് വേണമെങ്കിൽ വിശ്വസിക്കട്ടെ, അവനൊരു വിശ്വാസം ഉണ്ടാവും. ഇത് എന്റെ ദൈവം എന്താക്കും, അവന് ഇതിന്റെ ശിക്ഷ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അതിലെന്താവും, ആ വിശ്വാസം ഉള്ളത് കൊണ്ട് ഇവിടെ എന്താവും, അനീതിയും അക്രമവും ഉണ്ടാവൂല. ഞാൻ പറയുന്നത് നിങ്ങളതാണെങ്കിലാ ഇവിടെ അങ്ങനെ ഉണ്ടായി തുടർന്നുകൊണ്ടേയിരിക്കും, കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും തെറ്റുകൾ. ഇതാണ് എന്റെ പോയിന്റ്. നിങ്ങൾ മതം വിശ്വസിക്കാത്തത് കൊണ്ട് ഇവിടെ അക്രമവും അനീതിയും കൊലയും കൊള്ളയും നടന്നുകൊണ്ടിരിക്കും. മതത്തിന് വിശ്വസിക്കുന്ന ആൾ ഏത് മതത്തിന് വേണം കാട്ട്, അവനിക്ക് ഇതൊരു ചിന്തയും ഇതൊരു വിശ്വാസം ഉള്ളത് കൊണ്ട് ഈ ദുനിയാവ് എന്താവും, ശാന്തിയും സമാധാനത്തിലുണ്ടാവും എന്ന് നിങ്ങൾ പറയും. ഇനി പറയാം. ഈ പറഞ്ഞ 3 പോയിന്റ്, നിങ്ങൾ സംസാരിച്ച് തുടങ്ങിയ പോയിന്റ് നിങ്ങൾ ഒരുപാട് ദൂരം പോയി. സംസാരിച്ച പോയിന്റ് നിങ്ങൾ വിട്ടു കളഞ്ഞു. നീതി എന്ന് പറയുന്നത് ആത്യന്തിക നീതി നടപ്പിലാകണ്ടേ, അതെങ്ങനെ നടപ്പിലാകും, ഇതായിരുന്നു ചോദ്യം. അവിടെ നിന്ന് നീതി നിഷേധിക്കുന്നവൻ അക്രമത്തിലേക്ക് പോകുമോ, അല്ലെങ്കിൽ ഇവിടെ പിന്നെ കറക്റ്റ് ആയിട്ടുള്ള ശിക്ഷാ സമ്പ്രദായങ്ങൾ ഇല്ലെങ്കിൽ പിടിക്കപ്പെടൂല എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർ അക്രമത്തിൽ പോയിട്ട് ഇവിടെ ആകെ അക്രമങ്ങൾ പെരുകും എന്നാണ് നിങ്ങൾ പറയുന്നത്. പെരുകും എന്ന നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് പൂർണ്ണമായും തെറ്റാണ്. പറയട്ടെ. ഇനി ഓക്കെ, അരാജകത്വമുള്ള സ്ഥലത്ത് അക്രമങ്ങൾ ഉണ്ടാവും. ഏതുപോലെ എന്ന് വെച്ചാൽ മക്കയില് 6-ാം നൂറ്റാണ്ടിലും 7-ാം നൂറ്റാണ്ടിലൊക്കെ ജീവിച്ചിരുന്ന ഒരുപാട് മനുഷ്യർ അനീതി നേരിട്ടിട്ടുണ്ട്. ഓക്കെ, അതായത് ഒരു ഗോത്രത്തെ ഒരു മനുഷ്യനും അദ്ദേഹത്തിന്റെ സംഘവും നിന്നിട്ട് 800-ലധികം ആളുകളെയാണ് ഒറ്റ ദിവസം തലയരിഞ്ഞ് കൊക്കയിലേക്ക് തള്ളിയത്. ഓക്കെ, അത് ഒരു സമൂഹത്തിന് മൊത്തത്തിൽ നേരിട്ട അനീതിയാണ്. അതിന് നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഇനിയൊരു പരിഹാരം ഉണ്ടാകുമെന്ന് സങ്കല്പിക്കുന്നത് വെറും ചിന്ത മാത്രമാണ്, ആഗ്രഹ ചിന്തയാണ്. ഈ തലയാരിയാൻ നേതൃത്വം കൊടുത്ത ആളോ അതിന്റെ അണികളോ ആ കാരണം കൊണ്ട് ഇനി ശിക്ഷിക്കപ്പെടും എന്ന് വിചാരിക്കുന്നതും മൗഢ്യമാണ്, ഒരടിസ്ഥാനമില്ലാത്ത കേവല വിശ്വാസമാണ്. ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ പറഞ്ഞ പോയിന്റ് ഞാൻ കൗണ്ടർ ചെയ്യാണ്. ഓക്കെ. പിന്നെ നമ്മൾ കുറ്റവും ശിക്ഷയും എന്ന് പറയുന്നതും ഒരാൾക്ക് നിഷേധിക്കപ്പെട്ട നീതി ലഭിക്കുക എന്ന് പറയുന്നതും രണ്ട് കാര്യമാണ്. കുറ്റവും ഒരാൾ കുറ്റം ചെയ്ത കുറ്റവാളി ശിക്ഷിക്കപ്പെടുന്നതല്ല ഇരക്ക് കിട്ടുന്ന നീതി. ഓക്കെ, അത് എൻ്റർലി 2 കാര്യമാണ്. അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം കൃത്യമായിട്ട് പറഞ്ഞത്. ഒരു മിനിറ്റ് സംസാരിക്കാൻ പറ്റുമോ? നിങ്ങളിത് പറയാൻ വിടൂലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, അപ്പൊ ഈ 2 കാര്യങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒരു ഉദാഹരണം പറഞ്ഞത്. ആത്യന്തിക നീതി എന്നൊരു സാധനം ഇല്ല, അത് സാധ്യവുമല്ല. ഞാനാണ് നിങ്ങളോട് പറയണത്. ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ഥാപിച്ചോ, അതിനാ ഞാൻ ഉദാഹരണം പറഞ്ഞത്. അതുണ്ട്, നിങ്ങൾക്ക് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഉദാഹരണം. ഞാൻ പറയട്ടെ സുഹൃത്തെ, ആത്യന്തിക നീതി എന്നൊരു പറയട്ടെ ആത്യന്തിക നീതി എന്നൊരു സാധനം ഇല്ല, ഉള്ളത് നീതിയാണ്.
എന്തൊരു കഷ്ടം. ഓക്കെ ഓക്കെ പറഞ്ഞോളി. അതുണ്ട് എന്ന് സ്ഥാപിക്കാനാണ് ഞാൻ നിങ്ങൾക്ക് നല്ല ക്ലാസിക് എക്സാമ്പിൾ ഒരെണ്ണം തന്നത്. ആത്യന്തിക നീതി എങ്ങനെയാണ് നടപ്പിലാക്കുക എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. എന്താണ് ഇതിനകത്ത് ഒരു സിനാരിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. യുക്തിവാദികൾക്ക് നീതി ഉണ്ടോ ഇല്ലേ? പറഞ്ഞോളി. അല്ല, നിങ്ങൾ ഭയങ്കര ക്ഷമയാണ്, നിങ്ങൾ ഭയങ്കര പിന്നെ പറയുന്നതൊക്കെ അനുസരിച്ച് കേൾക്കുന്ന റിപ്പീറ്റ് ചെയ്യണ്ട, പറഞ്ഞത് പറയും. അത് ബഹളം വെച്ചിട്ടാണ്. നിങ്ങൾ ബഹളം വെക്കാതിരുന്ന റിപ്പീറ്റ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവില്ല. കാരണം ഒരു പോയിന്റ് ആണ് പറയുന്നത്, ഒരു പോയിന്റ് പറയാണ്, ഒരു പോയിന്റ് പറയാണ്. അപ്പൊ നിങ്ങളും ഉണ്ടായിരുന്നു, പോയിന്റ് പറയാണ്. ഓക്കെ, അതിനാണ് ഞാൻ നിങ്ങൾക്ക് നല്ല കിണ്ണം കാച്ചി എക്സാമ്പിൾ തന്നത്. ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നു. ഗോവിന്ദചാമിയും സൗമ്യ വധക്കേസും ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു തീർക്കട്ടെ സുഹൃത്തെ. അപ്പൊ ഇതില് എങ്ങനെയാണ് ആത്യന്തിക നീതി, നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച്, നിങ്ങൾ ഇസ്ലാം മത വിശ്വാസം അനുസരിച്ച് അള്ളാഹു ഏറ്റവും നീതിമാനാണ്, നീതി നടപ്പിലാക്കുമെന്ന നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഈ കേസിൽ എങ്ങനെയാണ് നീതി നടപ്പിലാക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങളുടെ ബോധ്യം എന്താന്ന് പറയണം. അത് എനിക്കറിയില്ല, അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പറയുന്നത് വേറെ കാര്യമൊന്നുമില്ല. ഓക്കെ, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. നിങ്ങളെ വിശ്വാസം അനുസരിച്ച് എങ്ങനെയാണ് നീതി നടപ്പിലാക്കുന്നതെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഇനി പിന്നെ നിങ്ങൾ പറയുന്നത് കുറ്റവും ശിക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മളെ വിശ്വാസപ്രകാരം തന്നെ നിങ്ങൾ ആദ്യം അതാണ് പറയാം. ആ ഉദാഹരണം തീരുമാനാക്കാം, അപ്പൊ എല്ലാം തീരും. അല്ല, ഉദാഹരണം പറയുന്നതിന് മുമ്പ് അല്ല, ആ ഉദാഹരണം പറയുന്നതിന് മുമ്പില്ല. നിങ്ങൾ ഇതാണ് നേരത്തെ പറഞ്ഞിട്ട് വേറെ എവിടെ പോയത്? ഒരു 15 സെക്കൻഡ് എടുത്തിട്ട് ആ ഉദാഹരണത്തിന് മറുപടി പറയും. 15 സെക്കൻഡ്. ഇപ്പോ ഒരാൾ മതം വിശ്വസിച്ചിട്ട് നാളെ മരിച്ചു കഴിഞ്ഞാൽ നീതി കിട്ടുന്നില്ല തന്നെ വെച്ചോളി, നീതി കിട്ടുന്നില്ല തന്നെ വെച്ചോളാം, നിങ്ങളെ ഭാഗത്തിലേക്ക് തന്നെ ഞാൻ വരുന്നത്. എന്നാലും ഈ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാവും. കാരണം ആ വിശ്വാസം ഉള്ളത് കൊണ്ട്. ആ വിശ്വാസം ഇല്ലാത്ത യുക്തിവാദികളുടെ അഭിപ്രായ പ്രകാരം എന്താവും, ഇവിടെ എപ്പോഴും കൊലയും കൊള്ളയും അനാചാരവും അക്രമവും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി പറയും. ഇത് നിങ്ങൾ കണ്ണടച്ച നിങ്ങൾക്ക് മാത്രമേ ഇരുട്ടാവുള്ളൂ, മനസ്സിലായോ? അല്ലെങ്കിൽ നിങ്ങൾ വിഡ്ഢിത്തം പറഞ്ഞാൽ, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, നിങ്ങൾ എന്നോട് പറയാൻ പറഞ്ഞിട്ടാ പറയണേ. നിങ്ങൾ ഈ പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെന്റും പമ്പര വിഡ്ഢിത്തമാണ്. പറഞ്ഞുതരാം, എന്തുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞുതരാം, മനസ്സിലായോ? ഒന്ന്, ഇസ്ലാമിൽ അള്ളാഹു നീതി നടപ്പിലാക്കും. ഒരാൾ നീതി നിഷേധം നേരിട്ടാൽ നീതി നടപ്പിലാക്കും എന്നൊരു വിശ്വാസം ഉള്ളത് കൊണ്ട് ലോകത്ത് സമാധാനം ഉണ്ടാകും എന്ന് പറയുന്നതിന്റെ നേരെ അത് പൂർണ്ണമായും തെറ്റാണെന്നുള്ളതിനാണ് നമ്മൾ ലോകത്ത് കാണുന്ന ഇസ്ലാമിന്റെ പേര് പറഞ്ഞുള്ള സകല അക്രമങ്ങളും നമ്മളോട് വിളിച്ചു പറയുന്നത്. അതിന് അങ്ങോട്ട് പോണ്ട, ഇനി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് പോണ്ട. നിങ്ങൾ ക്ഷമ കൈക്കൊള്ളണം. ക്ഷമ കൈക്കൊള്ളണം. ഇല്ലല്ല, നിങ്ങൾ പറഞ്ഞ രണ്ട് പോയിന്റാണ് ഞാൻ കൗണ്ടർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ പറഞ്ഞ രണ്ട് പോയിന്റാണ് ഞാൻ നിങ്ങൾ പറഞ്ഞ രണ്ട് പോയിന്റ് കൗണ്ടർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ പറഞ്ഞത് ശുദ്ധമായ അബദ്ധമാണ്. അത് കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഒരാൾ ദൈവവിശ്വാസി ആയതുകൊണ്ട് ലോകത്ത് നീതി ഉണ്ടാകും എന്ന് പറയുന്നത് ശുദ്ധമായ തെറ്റാണ്. അതിന്റെ തെളിവാണ് നമ്മൾ ലോകത്ത് ഇന്ന് ഇസ്ലാമിന്റെ പേര് പറഞ്ഞു കാണുന്ന എല്ലാ അക്രമങ്ങളും. പറയട്ടെ, ഇനി അന്താരാഷ്ട്ര കാര്യങ്ങളിലേക്ക് പോകണ്ട. നമ്മളെ മദ്രസകളിൽ കുട്ടികൾ നിരന്തരമായി പീഡിപ്പിക്കപ്പെടുന്നത് ഇസ്ലാമിൽ ഈ വിഷയത്തിൽ നീതി നടപ്പിലാക്കൂല എന്നുള്ളതുകൊണ്ടാണോ? മദ്രസകളിൽ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നത് ഈ വിശ്വാസം, നീതി അള്ളാഹു നാളെ ശിക്ഷ നടപ്പിലാക്കും, നീതി നടപ്പിലാക്കും എന്നുള്ള പേടിയില്ലാത്തതുകൊണ്ടാണോ? പേടിയില്ലാത്തതുകൊണ്ട് ആണോ? അപ്പൊ ആ വിശ്വാസം ഉണ്ടായതുകൊണ്ടെന്താ കാര്യം? ഇവരൊക്കെ വിശ്വാസികളല്ലേ, മദ്രസയിലെ ഉസ്താദ്മാര്? നിങ്ങൾ മദ്രസയിൽ ദർസ് പഠിച്ച ആളല്ലേ? അല്ലേ? നിങ്ങൾ മദ്രസയിൽ ദർസ് പഠിച്ച ആളാണ്. അതായത് ദൈവവിശ്വാസം ഉണ്ടായത് കൊണ്ടോ? ഒരു മിനിറ്റ് പറഞ്ഞുതരാം. നിങ്ങൾ ഉത്തരം പറഞ്ഞു. ഇനി അവിടെ നിൽക്ക്. പറഞ്ഞു. അതായത് ഈ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ലോ. അല്ലല്ലേ, പറയട്ടെ. വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല, പേടിയില്ലാത്തത് കൊണ്ടാണ്. വിശ്വാസം ഉണ്ടായപ്പോലെ പേടി ഉണ്ടെങ്കിൽ തന്നെയല്ലേ വിശ്വാസം ഉണ്ടാകുന്നത്. അല്ലല്ല, പേടി വിശ്വാസം എങ്ങനെയാണ് രണ്ടാവണേ? ഒരാൾക്ക് നിങ്ങൾക്ക് പേടി നമ്മളെ മെയിൻ പോയിന്റിലേക്ക് എത്തട്ടെ. നിങ്ങൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഗവൺമെന്റിന്റെ പേടി, പോലീസിന്റെ പേടി ഇല്ലെങ്കിൽ നിങ്ങൾ എന്തും ചെയ്യും. ആ പേടി ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പേടി ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ പേടി ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യൂല. പേടി ഇല്ലാത്തവൻ ഞാൻ വിശ്വാസിയാണെന്ന് പറയും. പക്ഷെ നിങ്ങളിപ്പോ ഉത്തരം പറഞ്ഞു. നിങ്ങൾ എനിക്ക് വേണ്ടി നിങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങളെ വാദം പൊളിച്ചു. അതായത് ദൈവവിശ്വാസം ഉള്ളത് കൊണ്ട് മാത്രം
ലോകത്ത് അതായത് അള്ളാഹു നീതി നടപ്പിലാക്കും എന്നൊരു വിശ്വാസം ഉള്ളത് കൊണ്ട് ലോകത്ത് അനീതി ഇല്ലാതാവുന്നില്ല. അനീതി കുറയും. ഓ പറയട്ടെ, ഇല്ലാതാവുന്നില്ല. പിന്നെ ഉള്ളത് പറയട്ടെ, നിങ്ങൾ എന്തൊരു കഷ്ടപ്പാടാണ് നിങ്ങളെ കൊണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ നിൽക്ക്, നിങ്ങൾ അവിടെ നിൽക്ക്. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞ വാദം നിങ്ങൾ തന്നെ ഗണ്ണിച്ചു. ഞാൻ എത്ര സംസാരിച്ചു? നിങ്ങൾ നിർത്തുന്നത് നമ്മളൊരു പോയിന്റ് പറയാണ്. നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണ്ട, പുതിയ പറഞ്ഞ തന്നെ പറയും. കാരണം നിങ്ങൾ ആ പോയിന്റ് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വിട്ടാലേ എനിക്കത് സെന്റൻസ് പൂർത്തീകരിക്കണ്ടേ? മനസ്സിലായോ? അത് നിങ്ങളുടെ ആ തന്ത്രം ഒന്നും എന്റെ അടുത്ത് നടക്കൂല. ഞാനൊരു കാര്യം പറയുമ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുന്ന ആളാണ്. ഞാൻ ഇത്ര സമാധാനത്തിന് നിങ്ങൾ സമാധാനമായിട്ടാണ് പറയുന്നത്. ഞാനും എത്ര സമാധാനത്തിലാണ് പറയുന്നത് കേൾക്കുന്നവർ സംസാരിക്കുക തീരുമാനിക്കട്ടെ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ 2 പോയിന്റ് പറഞ്ഞത് രണ്ടും തെറ്റാണ്. അതിൽ ഒന്ന് ഇപ്പം പറഞ്ഞു, രണ്ടാമത്തെ കൂടി പറയണം. അവിടെ നിൽക്കൂ, പറയട്ടെ സുഹൃത്തെ. നിങ്ങൾ എന്തിനാണ് ഇടയിൽ കയറുന്നത്? നിങ്ങൾ ഭയങ്കര ക്ഷമയാണെന്നൊക്കെയാണ് പറഞ്ഞിട്ട്. അപ്പൊ ഇതുവരെ പറഞ്ഞിട്ടില്ല. പറയട്ടെ, ഇനി പറയാൻ പോകുന്നത് പറഞ്ഞു. ഞാൻ പറഞ്ഞ നിങ്ങൾ മുഴുവിക്കാൻ സമ്മതിക്കുന്നില്ല. എന്നെ സംബന്ധിച്ച സെന്റൻസ് ആദ്യം മുതൽ കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ ഒരു സെന്റൻസ് പറയുമ്പോ സെന്റൻസ് ആദ്യം മുതൽ അവസാനം വരെ കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തേക്ക് പോകും. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം, അതൊന്നും കുഴപ്പമില്ല. അതിന്റെ കൂടെ നിങ്ങൾ ആലോചിക്കേണ്ടത് അസ്സബ്റു നിസ്ഫുൽ ഈമാൻ എന്നാണ്. അസ്സബ്റു നിസ്ഫുൽ ഈമാൻ എന്നാണ്. അതാണ്, അത് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ ഉസ്താദാണല്ലോ, നിങ്ങളൊരു ഉസ്താദാണല്ലോ, നിങ്ങളൊരു സുഹൃത്തിയല്ലേ? അതാ ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ക്ഷമയോടെ കേക്ക്. ക്ഷമ കൈക്കൊള്ളൂ സുഹൃത്തെ, നിങ്ങൾ ക്ഷമ കൈക്കൊള്ളൂ. ഓക്കെ, അപ്പം പറഞ്ഞ ഒരു 2 പോയിന്റ് നിങ്ങൾ പറഞ്ഞത് ചേർത്ത് പറയാനുള്ള അവസരം ഉണ്ടായി. പറയാനും വിടൂല, നിങ്ങൾ തന്നെ പറഞ്ഞോണ്ടിരിക്കും. എന്നിട്ട് എവിടെയും ഉത്തരയില്ലാതിരിക്കുമ്പോ ഉത്തരയില്ലാത്തത് ഞാൻ എന്നെ പറയാൻ വിടാതെ നിങ്ങൾ ഇപ്പൊ എത്ര നേരം വേണം വെച്ചാൽ എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടേ പോയിന്റ് മുന്നോട്ട് പോകുള്ളൂ. എത്ര മിനിറ്റ് അല്ല, നിങ്ങൾ അവിടെ നിൽക്ക്. ഈ പോയിന്റ് 2 പറയാനുള്ളൂ. ആ 2 പറയണം. മനസ്സിലായോ? നിങ്ങൾ പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഇവിടെ പൊളിച്ചു. അത് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം, കേൾക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ഒന്ന്, അള്ളാഹുവിൽ വിശ്വാസമുള്ളത് കൊണ്ട് ഇവിടെ നീതി നടപ്പിലാവുകയും അക്രമം ഇല്ലാതിരിക്കുകയും ചെയ്തില്ല എന്നതിന്റെ തെളിവ് നമ്മൾ ഓൾറെഡി. നിങ്ങൾ ഒന്ന് ഈ ക്ഷമയോടെ ഒന്ന് ഇങ്ങോട്ട് ശ്രദ്ധ മാറിപ്പോയി. അള്ളാഹുവിൽ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവം നീതി നടപ്പിലാക്കും എന്ന് വിശ്വാസമുള്ളത് കൊണ്ടും ലോകത്ത് അനീതി ഇല്ലാതാവുകയും നീതി നടപ്പിലാവുകയും ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യും ആളുകൾ എന്ന് പറയുന്നത് പൂർണ്ണമായും തെറ്റാണ്. അതിന്റെ തെളിവുകളാണ് ലോകത്ത് അള്ളാഹു നടപ്പിലാക്കുമെന്ന് വിശ്വസിക്കുന്ന നീതി അള്ളാഹു നടപ്പിലാക്കൂ ഇല്ലെന്ന് ഉറപ്പില്ലാത്തോണ്ടായിരിക്കാം ആളുകൾ ഈ മതത്തിന്റെ പേര് പറഞ്ഞ് അക്രമം പ്രവർത്തിക്കുന്നത്. ഞാൻ പറയട്ടെ സുഹൃത്ത്, നിങ്ങൾ എന്തിനാണ് ഞാൻ പറഞ്ഞാൽ തീർക്കുമല്ലോ? നിങ്ങൾ എന്തിനാ എനിക്ക് നിങ്ങൾ തഫ്സീർ പറയുന്നത്? എന്റെ പോയിന്റിന് നിങ്ങൾ തഫ്സീർ പറയണ്ട. ഓക്കെ, അപ്പം അതാണ് അതിനുള്ള തെളിവാണത്. രണ്ടാമത്തത്, അള്ളാഹു നീതി നടപ്പിലാക്കും അള്ളാഹു ശിക്ഷിക്കും എന്ന ഭയമുള്ളത് കൊണ്ടുമല്ല ഇവിടെ വിശ്വാസികൾ അനീതി അക്രമവും പ്രവർത്തിക്കാത്തത് എന്നതിന്റെ തെളിവാണ് മദ്രസകളിലും പള്ളി ദർസുകളിലും പുറത്തു വന്ന കേസുകളല്ല കേട്ടോ. മദ്രസകളിലും ഞാൻ പറയട്ടെ സുഹൃത്ത്, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. നിങ്ങൾ വെറുതെ കിടന്ന് മേലെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റും കൂടി ഉണ്ട്. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടേ പറ്റൂ. ഇത് ആളുകൾ കേൾക്കണം. നിങ്ങൾ വെറുതെ വിളിച്ചിട്ട് കാര്യമില്ല. എല്ലാ പള്ളി ദർസുകളിലും നടക്കുന്നുണ്ട്. എല്ലാ പള്ളി ദർസുകളിലും നടക്കുന്നുണ്ട്. എല്ലാ പള്ളി ദർസുകളിലും നടക്കുന്നുണ്ട്. എല്ലാ പള്ളി ദർസുകളിലും നടക്കുന്നുണ്ട്. ഞാനൊരു 500-ലധികം ദർസിൽ പഠിച്ച കുട്ടികളായിട്ട് സംസാരിച്ചിട്ടുണ്ട്. 500-ലധികം കുട്ടികളായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എല്ലാ പള്ളി ദർസുകളിലും ഒരു വർഷമെങ്കിലും. ഇതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ അതിന് വിഷയത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകല്ലേ? അവിടെ നിൽക്ക്, അവിടെ നിൽക്ക്, അവിടെ നിൽക്ക്, അവിടെ നിൽക്ക്. ഇത് അവിടെ നിൽക്ക്, അവിടെ നിൽക്ക്, അവിടെ നിങ്ങൾ വെറുതെ സംഘി പിങ്കിയുടെ കാര്യമില്ല. അവിടെ നിൽക്ക്. നിങ്ങൾ കയ്യിൽ നിന്ന് പോയി. നിങ്ങൾ അവിടെ നിൽക്കവിടെ, നിൽക്കവിടെ. അത് വേറെ വിഷയമാണ്. മദ്രസ പീഡനം വേറെ വിഷയമാണ്. മദ്രസ പീഡനവും പള്ളി ദർസുകളിൽ കുട്ടികളെ ലൈംഗിക ചൂഷണം ചെയ്യുന്നതും വേറെ വിഷയമാണ്. അത് വേറെ സബ്ജക്റ്റ് ആണ്. അതിലല്ല സംസാരം. ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ബഹളം ഉണ്ടാക്കിക്കോ. ഞാനല്ല, നിങ്ങളാണ് വിഷയം മാറ്റാൻ ശ്രമിക്കുന്നത്. ഞാൻ വിഷയം മാറ്റില്ല, നിങ്ങൾ വിഷയം മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. നടക്കൂല, നടക്കൂല. എന്റെ അടുത്ത് നിങ്ങൾ വിഷയം മാറ്റിട്ട് ഒരു കാര്യമില്ല. മനസ്സിലായോ? അപ്പൊ ഞാൻ പറയുന്നത്, പിന്നെ ഒരു മിനിറ്റ്, നിങ്ങൾ അവിടെ അടങ്ങ് സുഹരി. നിങ്ങൾ സുഹരിയല്ലേ? നിങ്ങൾ അടങ്ങ്.
ആ അടങ്ങ്, ഞാൻ പറയട്ടെ. അതെന്ത് എന്തിനാ നിങ്ങൾ ഇത്ര ഭാഷ? അടങ്ങ് അസ്വസ്ഥനാവുന്നത്? പറഞ്ഞിട്ട് ഒരു ഞാൻ എന്റെ ഒരു പോയിന്റ്, നിങ്ങൾ നിങ്ങളുടെ നല്ല രണ്ട് നിലക്ക് സംസാരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ ഞാൻ ആളല്ലേ? ഗണ്ണിക്കുമെന്നായപ്പോ നിങ്ങൾ ഈ അടങ്ങ് അസ്വസ്ഥനാവുന്നത് പറഞ്ഞത് എന്തിനാ? മര്യാദയാ? ലേഖക് ഭായി. എന്തിനാ നിങ്ങൾ അസ്വസ്ഥനാവുന്നേ? അല്ല ഞാൻ നിങ്ങളുടെ രണ്ട് പോയിന്റാണ് ഗണ്ണിക്കാൻ പോകുന്നത്. നിങ്ങൾ വെറുതെ ഇത് ക്ഷമയോടെ ജനങ്ങൾ കേൾക്ക്. ധരിക്കാൻ വേണ്ടിട്ടാ നിങ്ങൾ അസ്വസ്ഥരാണെന്ന് എന്നോട് ചോദിച്ചിട്ട് നിങ്ങൾ അവിടെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ബഹളം അപ്പൊ ഞാൻ വെക്കുന്നത്? ചോദിക്കുള്ള മറുപടി എന്താ കിട്ടാത്തത്? നിങ്ങൾ എല്ലാ അതിനുള്ള മദ്രസയിലും മറുപടി അല്ലേ നടന്നു ഇത്ര നേരം പറഞ്ഞത്? നിങ്ങളും നിങ്ങളെ പെങ്ങളുട്ടി മദ്രസ പോയിട്ടുണ്ട്. ആ പെങ്ങളുട്ടീനെ ആരെങ്കിലും സുഹൃത്തെ, അക്രമം പ്രവർത്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ഉസ്താദ്? ഇത് നിരവധിയായ പറഞ്ഞു മനുഷ്യർ കേൾക്കാൻ പോകുന്ന ഒരു സാധനമാണ്. അതന്നെ. അതുകൊണ്ട് ക്ഷമ കാണിക്കുക. അതുകൊണ്ട് നിങ്ങളൊരു മറുപടി പറയ്. സുഹരിയാണ്. മറുപടി പറയ്. ആ അപ്പൊ ബഹളം ഉണ്ടാക്കരുത്. ഓക്കെ, ഇതിപ്പോ ഒരു മിനിറ്റ് ബഹളം ഉണ്ടാക്കരുത്. ഒരു മിനിറ്റ് സൂര്യാണെന്ന് പറയും. ഒരു മിനിറ്റ് ബഹളം ഉണ്ടാക്കാതിരിക്കുക. ഇത് ഒരിക്കൽ പറഞ്ഞ ഒരു മിനിറ്റ് ബഹളം ഉണ്ടാക്കാതിരിക്കുക. 100 പ്രാവശ്യം ഇത് പറയുന്നതിന് ഒരു മിനിറ്റ് ബഹളം ഉണ്ടാക്കാതിരിക്കുക. മറുപടി ഇല്ലാതെ പോയി. ഒരു മിനിറ്റ് ബഹളം ഉണ്ടാക്കാതിരിക്കുക. ഒന്നല്ല ഞാൻ മിണ്ടരുത്. ഒരു മിനിറ്റ് മിണ്ടരുത്. ഒരു മിനിറ്റ് നിങ്ങൾ ഇനി മിണ്ടൂല. ഓക്കെ, ഒരു മിനിറ്റ് നിങ്ങൾ മിണ്ടൂല. ആ ഒരു മിനിറ്റ് മതി നിങ്ങളെ 2 പോയിന്റ് ഗണ്ണിക്കാൻ. ഓക്കെ, ഒരു മിനിറ്റ് മതി അല്ലേ? ആ അത് മതി. ഓക്കെ, പറയും. 9:48 വരെ ഞാൻ കേൾക്കാം. കേട്ടോ 48 സെക്കൻഡ് വന്നാലേ ആവുള്ളൂ. 49 വരെ കേൾക്കാം. ആ ശരി, കേട്ടോ, ശരിക്കും കേട്ടോ. അതായത് ഈ 2 കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. അതിൽ ഒന്നാമത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടാവുകയും അള്ളാഹു നീതി നടപ്പിലാക്കുമെന്ന് വിചാരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഇവിടെ അനീതി ഇല്ലാതാവുകയോ അക്രമം ഇല്ലാതാവുകയോ ചെയ്യില്ല. പിന്നെ വിശ്വാസം ഉള്ളത് കൊണ്ടല്ല, അള്ളാഹുവിനെ പേടിയില്ലാത്തത് കൊണ്ടും വിശ്വാസവും പേടിയില്ലാത്തത് കൊണ്ടാണ് ആൾക്കാർ അക്രമം പ്രവർത്തിക്കുന്നത് എന്ന്, വിശ്വാസമുള്ളവർ പോലും അക്രമം പ്രവർത്തിക്കുന്നത് പേടിയില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞു. അതേ നിങ്ങളാണ് പറഞ്ഞത് യുക്തിവാദികൾ പറഞ്ഞത് നീതി നടപ്പിലാവൂല, അതുകൊണ്ട് ഇവിടെ അനീതി മാത്രം ഉണ്ടാവും എന്നാണ്. അത് ശരി, 1 മിനിറ്റ് ആയോ? 49 ആയോ? ഇല്ലില്ല, 47 എന്ത് സോറി മറന്നുപോയി. ആ നമ്പറൊക്കെ കയ്യിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇനി 1 മിനിറ്റ് വേണം, കാരണം നിങ്ങൾ ബഹളം ഉണ്ടാക്കാണ്. അപ്പോ ഇനി നിങ്ങൾ കേട്ടോ, ഇത് ഒന്നാമത്തെ പോയിന്റ് കഴിഞ്ഞു. രണ്ടാമത്തെ പോയിന്റിൽ നിങ്ങൾ പറഞ്ഞത് ഇവിടെ യുക്തിവാദികൾ പറയുന്നത് നീതി ഇല്ല എന്നാണ്, അതുകൊണ്ട് ഇവിടെ അക്രമം പെരുകും എന്നാണ്. ഇല്ല, ഇവിടെ മനുഷ്യർക്ക് നീതി നിഷേധം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എല്ലാ മനുഷ്യരും തുല്യരായ അന്തസ്സും അവകാശമുള്ളവരാണ് എന്ന മനുഷ്യർ സങ്കല്പിച്ചെടുത്ത സങ്കല്പത്തിന്റെ ഭാഗമായിട്ടുള്ള സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള നിയമക്രമത്തിനും നീതിന്യായ സംവിധാനങ്ങൾക്കും വിധേയരായിട്ടാണ് എല്ലാ മനുഷ്യരും ജീവിക്കുന്നത്. ഓർക്ക് മതം ഉണ്ടെങ്കിലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. മനസ്സിലായോ? അതുകൊണ്ടാണ് അടിമത്തം എന്ന് പറയുന്ന ഒരു കിരാതമായ വ്യവസ്ഥ ഇന്ന് ലോകത്തില്ലാതായത്. മനുഷ്യരുണ്ടാക്കിയ നിയമമാണ്. നീതി നിർവഹണം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അനീതി നേരിടരുത് എന്നതിന് വേണ്ടി മനുഷ്യർ സങ്കല്പിച്ചെടുത്തിട്ടുള്ളതും മനുഷ്യർ കൃത്യമായി നടപ്പിലാക്കുന്നതും മനുഷ്യരുണ്ടാക്കിയ നിയമത്തെ പേടി മാത്രമേ ഉള്ളൂ നിങ്ങൾ വിശ്വാസമുള്ള ഉസ്താദന്മാർക്ക് പോലും ഇപ്പൊ ഉള്ളത്, ആകെ ഉള്ളത്. ഓക്കെ, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞില്ലേ? അപ്പോ ഞാൻ പറഞ്ഞത് അള്ളാഹുവിനോടുള്ള വിശ്വാസവും പേടിയും ഉള്ളത് കൊണ്ട് ഇവിടെ എന്താവും? നീതി ഉണ്ടാവും. അത് നിങ്ങൾ പറയുന്നത് മതത്തിലോ അല്ലെങ്കിൽ അള്ളാഹുലോ ദൈവത്തിലോ വിശ്വാസമില്ലെങ്കിലും ഇവിടെ എന്താവില്ല, നീതി ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് ഇല്ലാന്ന് പറഞ്ഞിട്ട്, അങ്ങനല്ല പറഞ്ഞത്. അള്ളാഹു ദൈവത്തില് പേടി ഉണ്ടെങ്കിലും പേടി ഇല്ലെങ്കിലും ഇവിടെ നീതി എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടില്ല. അത് മനുഷ്യന്റെ സങ്കല്പികമാണ്, അങ്ങനല്ല പറഞ്ഞത്. അപ്പൊ ഞാൻ കേട്ടാലും മനസ്സിലാവില്ലല്ലേ എന്ത്? അല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇത്ര നേരം ഞാൻ നിങ്ങളോട് സംസാരിച്ച എന്റെ സമയം വേസ്റ്റ് ആയോ? എന്ത്? ഇത്ര കാലം ഞാൻ നിങ്ങളോട് പറഞ്ഞത് നീതി എന്നൊരു സാധനം ഇല്ലാന്നാണോ? നീതി സാധനം ഉണ്ടെന്ന് പറഞ്ഞാ എന്താ നിങ്ങളോട് ഞാൻ പറഞ്ഞത്? അല്ല, നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? മനുഷ്യനിക്ക് നീതി കിട്ടണല്ലേ? അല്ല, എന്താണ് മനസ്സിലായത്? അല്ല, നിങ്ങളിത് പറയും, വെറുതെ എന്റെ സമയം കളയരുത്. എന്താ നിങ്ങളോട് ഞാൻ പറഞ്ഞത്? അല്ലല്ല, എന്താ നിങ്ങൾ പറഞ്ഞു? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? വിശ്വസിക്കണോ വേണ്ടേ? ഞാൻ ചോദിക്കും, വിശ്വാസത്തെ കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്, നീതിയെ കുറിച്ച്. ഞാൻ നിങ്ങളോട് പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ്? ഞാൻ പറഞ്ഞ മതത്തിന് വിശ്വസിക്കുന്ന ഒരാൾക്ക് നീതി കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിശ്വാസം ഉള്ളത് കൊണ്ട്, ഞാൻ പറഞ്ഞത് എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? പരലോകത്ത് വെച്ചിട്ട് ഒരു വിശ്വാസം ഉള്ളത് കൊണ്ട് ഇവിടെ ഭൂമിയിലെ അക്രമവും അനീതിയും ഇല്ലാതെയായി പോകും. അതിനുള്ള മറുപടി ഒരു 5-6 തവണ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ നീതിയെ കുറിച്ച് ഞാൻ പറഞ്ഞ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? വോയിസ് കേട്ടാൽ മനസ്സിലാവില്ല എല്ലാവർക്കും. അതൊക്കെ എല്ലാരും കേൾക്കട്ടെ. ഞാൻ ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത്? നിങ്ങളെ ഈ മതയുക്തിവാദികളുടെ മതപ്രകാരം പോവുകയാണെങ്കിൽ ഇവിടെ എല്ലാരും എന്താക്കും? അള്ളാഹുവിലും വിശ്വാസമില്ല, നീതിയിലും വിശ്വാസമില്ല, ഒരു ഇതിലും വിശ്വാസം ഇല്ലെങ്കിൽ എന്താ ഇവിടെ അക്രമവും അനീതിയും ജാസ്തി ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, കഴിഞ്ഞില്ലേ? അപ്പൊ നിങ്ങൾ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് എന്താണെന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അത് നിങ്ങൾ വീണ്ടും തെളിയിക്കണം. കുഴപ്പമില്ല, അത് നിങ്ങളെ മനസ്സിലാക്കി തരല, എന്നെ സംബന്ധിച്ച് നടക്കുന്ന കാര്യമല്ല. പറയട്ടെ സുഹൃത്തെ,
ചോറെങ്കിലും ചോറ്, കഞ്ഞെങ്കിലും കഞ്ഞി, ചൊറിഞ്ഞെന്ന് പറയണ്ട. നിങ്ങളവിടെ നിക്ക്. നീതി എന്നല്ല, ലോകത്ത് ഇന്ന് രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള എല്ലാ വ്യവസ്ഥിതികളും മനുഷ്യരുണ്ടാക്കിയെടുത്തതാണ്. ഈ മതവും അള്ളാഹുവിനെയും വരെ ഓരോരോ കാലങ്ങളിലെ മനുഷ്യരുണ്ടാക്കിയെടുത്ത സാധനങ്ങളാണ്. നീതി പോലെ, മനസ്സിലായോ? മറ്റെല്ലാ വിശ്വാസങ്ങളും പോലെ, സങ്കല്പങ്ങളും പോലെ. നിങ്ങൾ അവിടെ നിക്കവിടെ, ഞാൻ ഒരു നിങ്ങൾ വെറുതെ ചിരിച്ചോണ്ട് കാര്യമുണ്ടോ? അതല്ലാത്ത ഒരു തെളിവും ലോകത്ത് അവശേഷിക്കുന്നില്ല. ആൾക്കാരോട് നിങ്ങൾ സംസാരിക്കുമ്പോ എന്തൊരു സംഭവമായിരിക്കും. നിങ്ങൾ ഉടനെ ചിരിച്ചിരിക്കല്ലേ ഉസ്താദെ? കുട്ടികൾ വിചാരിക്കൂല ഞങ്ങളെ ഉസ്താദ് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വെറുതെ ലിയാക്കത്തിന്റെ നട്ടപ്പായരാക്കി പോയി കേൾക്കണോന്ന്. ഇനി നിങ്ങൾ 15 സെക്കൻഡ് കഴിഞ്ഞിട്ട് പറയാം. ഇതിനുള്ള മറുപടിയാവോ? മനസ്സിലായില്ല. എന്നെ ഇൻസൾട്ട് ആക്കിയത് കൊണ്ട് നിങ്ങൾ അവിടെ വെറുതെ ഇരുന്ന് ബഹളം, വെറുതെ ചിരിക്കാണ്. സൈക്കിൾ വന്ന് പോണ ചിരിക്കണോണ്ടാണ് പറഞ്ഞത്. നമ്മളൊരു ഡയലോഗിൽ എന്താ ചിരിക്ക് സ്ഥാനം? അല്ല, ഒരു പരിഹാസ ചിരിയിൽ എന്താ സ്ഥാനം? ഒരു ആശയ സംവാദത്തിനിടയിൽ പരിഹാസ ചിരിക്ക് എന്താ സ്ഥാനം? അല്ല, ഞാൻ ചോദിക്കുന്നത് ഒരു ആശയപരമായി വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്റർ സംസാരിക്കുന്നിടത്ത് അസ്ഥാനത്ത് ചിരിക്കുന്ന ഒരാളെ കുറിച്ച് പിന്നെന്താ പറയാ? മറുപടി ഇല്ലല്ലേ നിങ്ങൾക്ക്? ഞാൻ കൃത്യമായ മറുപടി പറഞ്ഞ് കേൾക്കുന്നത് തീരുമാനിക്കട്ടെ. ഇനി ഞാൻ ചോദിച്ച ചോദ്യം 15 സെക്കൻഡ് കഴിഞ്ഞിട്ട് തൊടാം എന്ന് പറഞ്ഞ ഒരു ചോദ്യം ഉണ്ട്. 2, 3, 15 സെക്കൻഡ് കഴിഞ്ഞിട്ട് 15 സെക്കൻഡ് 3 പറഞ്ഞു. ഞാൻ മറുപടി പറയാം. ഇനി നിങ്ങൾ എങ്ങനെയാണ്, അതായത് ഈ നീതിയെ കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഒന്നുകൂടി പറഞ്ഞോ. കേട്ടോ ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ആ ഉദാഹരണം പറഞ്ഞോ. ഒരു 10 സെക്കൻഡിൽ 15 സെക്കൻഡ് കംപ്ലീറ്റ് ചെയ്യാൻ ഉദാഹരണം പറഞ്ഞോ. എത്ര സമയം തന്നു? നിങ്ങൾ എനിക്ക് സമയം തരണം. നിങ്ങൾ എന്നോട് സംസാരിക്കാൻ വിളിച്ചാലേ നിങ്ങളെ മൈൻഡ് സെറ്റിൽ എന്തെല്ലാം വരുന്നുണ്ട് അതെല്ലാം സംസാരിച്ച് നോക്കി. ഒന്നിലും ക്ലച്ച് പിടിച്ചില്ല. ഒരു രക്ഷയില്ല. നിങ്ങളെ കൊണ്ട് ഒരു കാര്യം നടക്കാൻ ഒരാൾക്ക് നിങ്ങളെ കൊണ്ട് കഴിയില്ല. നാളെ പരലോകം പേടിപ്പിക്കില്ല, സ്വർഗം നിറഞ്ഞിട്ടില്ല, അങ്ങനെ ഇല്ലെങ്കിലും അങ്ങനെ ഇല്ല. ദുനിയാവ് എന്താവും? ഈ ദുനിയാവ് ഇപ്പൊ സമാധാനവും ശാന്തിയും ഇങ്ങനെ നല്ല നിലക്ക് പോകും. മതത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് ഇന്ന് ലോകത്ത് മുഴുവൻ മനുഷ്യന്മാരുടെ അശാന്തി ഇപ്പൊ നിലവിലുണ്ട്. ദുനിയാവിലുള്ള ആൾക്കാർക്ക് ഉപകാരം ഉണ്ടായില്ലേ? ദുനിയാവിലുള്ള ആൾക്ക് ഉപകാരം ഉണ്ടായില്ലേ? അതെങ്ങനെയാന്ന് പറഞ്ഞു തരി. അതല്ലേ ചോദിക്കുന്നത്. ഉദാഹരണം ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു നീതിയൊന്നുമില്ല. അപ്പൊ നമ്മളെന്താക്കാം? നാളെ പോയിട്ട് അടിക്കാം. നീതി, കുറ്റം, ശിക്ഷ. അല്ല, എന്താ അറിയാം, നമുക്ക് ഒരു പരിധി വിട്ടിട്ട് നമ്മൾ പറയുന്ന കാര്യം തീരെ മനസ്സിലാവാത്ത ആൾക്കാരോട് സംസാരിച്ച സമയം കളയരുതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാരും പണ്ടേ ഇങ്ങനെ കുടുംബക്കുണ്ടല്ലേ, കുടുംബക്ക് ഇങ്ങനെ കുറച്ച് എന്തെങ്കിലും ഇൻസൾട്ട് ചെയ്തിട്ട്. അല്ല, അങ്ങനെയല്ല. ഞാൻ കുടുംബം ഞങ്ങളോട് പറയാണ്. നിങ്ങൾ ഒന്നും പറയാൻ കേൾക്കാൻ തയ്യാറല്ല. നിങ്ങൾ പറഞ്ഞതിൽ തിരിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണു. നിങ്ങൾ പറയാൻ എന്നെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് എന്റെ ഉറങ്ങേണ്ട സമയം നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് സംസാരിക്കാൻ സമയമുണ്ടെങ്കിൽ, നിങ്ങൾ സംസാരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കേൾക്കണം. എനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ മറുപടി നിങ്ങൾ കേൾക്കാൻ താല്പര്യമാണല്ലേ? മറുപടി പറയാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ നിങ്ങളോട് ഒരു ഉദാഹരണം ചോദിച്ചു. എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകാവുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു ഉദാഹരണം ഞങ്ങളോട് ചോദിച്ചു. ഒന്നും കൂടി പറഞ്ഞു നോക്കി. ഇനി ഏതെങ്കിലും ഒരു മറുപടി ക്ലച്ച് പിടിക്കാൻ നോക്കാം. പറയും. ഭയങ്കര സംഭവം. അതായത് ഞാൻ നിങ്ങളോട് വളരെ ക്ലാസിക്കൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. നിങ്ങൾ തന്നിട്ടുണ്ട്. ഒരു മിനിറ്റ്. സൗമ്യ ഗോവിന്ദചാമി സൗമ്യ വിധിയിൽ വൃത്തികേട് കാണിക്കാതെ അവിടെ ഇരിക്കും. മനസ്സിലായി? വൃത്തികേട് കാണിക്കാതെ അവിടെ ഇരിക്കും. കയ്യിൽ നിന്ന് മൊത്തം പോയിരിക്കുകയാണ്. മാണിക്കല്ലും ഒക്കെ നിങ്ങൾ കയ്യിൽ വെച്ചാൽ മതിയേ കേട്ടോ. ചെറിയ കുട്ടികൾ ഉസ്താദിന്റെ അടുത്ത് സംസാരിക്കും. അപ്പൊ അതുകൊണ്ട് ഇനി അവിടെ നിൽക്കാം. നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ്. ആ ഉദാഹരണം പറയും. നിങ്ങളെ പഠിച്ചോൻ എങ്ങനെയാണ് നീതി നടപ്പിലാക്കാൻ പോകുന്നത്? പറ. എങ്ങനെയാണ് ഗോവിന്ദചാമി കേസിൽ നിങ്ങളെ പഠിച്ചോൻ നീതി നടപ്പിലാക്കാൻ പോകുന്നത്? അല്ല, ഞാൻ പറയുന്ന മറുപടി അല്ല, അതാണ് നിങ്ങൾ 15 സെക്കൻഡ് കഴിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 6-7 തവണ പറഞ്ഞു. ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ദുനിയാവിൽ അതിനെ കുറിച്ച് ഞാൻ എന്റെ മറുപടി പറഞ്ഞു കഴിഞ്ഞു. അത് ഇനി നാട്ടിൽ തീരുമാനിക്കും. നിങ്ങൾ എങ്ങനെയാണ് ഈ കേസിൽ നീതി നടപ്പിലാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറയുന്ന മറുപടി ശ്രദ്ധിക്ക്. ഇങ്ങനെ മതത്തിനെ വിശ്വസിക്കുന്ന ഒരാൾക്ക്, അത് ഹിന്ദു മതത്തിലാവട്ടെ, ഇസ്ലാം മതത്തിലാവട്ടെ, ക്രൈസ്തവ മതത്തിലാവട്ടെ, ഏത് മതത്തിൽ വേണമെങ്കിൽ അവരവർക്കുള്ള ദൈവം നാളെ അവനെ ശിക്ഷിക്കുന്നു പറഞ്ഞിട്ടുള്ള ഒരു വിശ്വാസം. ആ വിശ്വാസം ഉള്ളത് കൊണ്ട് ഈ ദുനിയാവ് എന്താണ്, അക്രമം കുറയും. ഇതാണ് വാദം. കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഇനി ഇത് നാളെ നിങ്ങളെ അഭിപ്രായ പ്രകാരം നാളെ ഇനി ആഖിറവും
നരകവും ശിക്ഷവും ഒന്നും ഇല്ലാന്ന് തന്നെ വിൽക്കാം. നിങ്ങളെ വാദത്തിലേക്ക് തന്നെ ഞാൻ വരുന്നത്. അങ്ങനെ ഇല്ലെങ്കിലും ദുനിയാവിൽ എന്ത് ഈ ഇത് കൊണ്ട് ഉപകാരമുണ്ട്. അതേ സമയത്ത് ഇതൊന്നും ഇല്ല, അള്ളാഹു ഫേക്ക് എന്ന് പറയും, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫേക്ക്, ക്രിസ്തുമതം ഫേക്ക്. അല്ല, നിങ്ങളെ വാദത്തിലേക്ക് വന്നിട്ട് ഉപകാരമില്ല. നിങ്ങൾക്ക് രണ്ടും ഉപകാരമില്ലാത്തതല്ലേ? നിങ്ങളെ ആഖിറത്തിൽ പിടിവിട്ടോ? ഉപകാരമില്ല, നിങ്ങളെ വീട്ടുകാർ വീട്ടിലെ കേൾക്കുന്നില്ല. നടപ്പിലാക്കപ്പെടുന്ന നീതിയെ കുറിച്ച് അധ്വാനിച്ചിട്ട് എല്ലാ ആ വീട്ടുകാർക്ക് നിങ്ങളെ കൊണ്ട് ഉപകാരമില്ല. നിങ്ങൾ ഉമ്മാനെ പോയിട്ട് കാണുന്നത് റോട്ടിൽ കൊണ്ട് മനസ്സിലായോ? അങ്ങനല്ല, നിങ്ങൾക്ക് അതേ പറ്റൂ. ഞാൻ ചോദിക്കുന്ന ചോദ്യം വീട്ടിൽ കയറി എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ ദുനിയാവിലത്തെ കാര്യമാണോ പറയുന്നത്, ആഖിറത്തിലെ കാര്യമാണോ? ഇത്രയും ചെറുതായിപ്പോയേ. ആഖിറത്തിലെ കാര്യമാണോ? ഒരു ക്ഷമയ്ക്കൊക്കെ ഒരു പരിധി. നിങ്ങളുടെ നിലവാരത്തിലേക്ക് വന്നിട്ട് പറയാൻ പറ്റിയില്ലെങ്കിലും അള്ളാഹുവിനെ പറ്റി വായടക്ക് എടാ പോടാ വിളിക്കേണ്ടി വരും. കാരണം ഒരു മാന്യമായ സംസാരത്തിന് ശ്രമിച്ചിട്ട് അവസാനം വീട്ടിൽ ഉമ്മാന്റെ കേസും പറഞ്ഞു വരാൻ പോവാണ് നിങ്ങൾ. ഈ കോൾ റെക്കോർഡിനെയാണ് നിങ്ങൾ യൂട്യൂബിൽ ഇതന്നെ ഇടാൻ പോകുന്നത്. എന്താ സംശയം? ശരിക്കും ഒരു പോയിന്റ് ചോദിക്കുമ്പോ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഒരെണ്ണത്തിൽ തൊട്ട് ഉപ്പ് നോക്കാതെ വെറുതെ കണാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ തുമ്മാന്റെ കാര്യം പറയാം. ആണോ? ഒരു മനുഷ്യന് അസ്വസ്ഥത ആർക്കാണ് ഈ വീഡിയോ കോള് കേൾക്കുമ്പോൾ ഇത്ര നിങ്ങൾക്ക് തരാൻ പറ്റൂ സുഹൃത്തെ? ഒരാളെ റെസ്പെക്ട് ചെയ്യാണ്. രാത്രി 11 മണിക്ക് നിന്നിട്ട് സംസാരിക്കുന്ന ഒരാള് നിങ്ങൾ സംസാരിക്കുന്നില്ലല്ലോ, നിങ്ങൾ വിഷയം പറയുന്നില്ലല്ലോ. നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞോ? ഒരു ചോദ്യം ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞു. ഒരു മറുപടി പറഞ്ഞു. ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ താങ്കൾ, ഒരു മറുപടി പറയാൻ കഴിയാതെ നിങ്ങൾ അവിടെ കിടന്ന് ബഹളം വെക്കുകയും അവസാനം വീട്ടിലത്തെ കാര്യം പറയുകയും ചെയ്യുമ്പോൾ പിന്നെ ഞാനെന്താ നിങ്ങളെ ചുമ വെക്കണം? നിങ്ങളെന്താ ഉമ്മനെ നിങ്ങളെന്താ വീട്ടിൽ കയറി വീട്ടിൽ വർത്താനാ പറയണ്ടേ? ഫോർ എക്സാമ്പിൾ പറഞ്ഞത് വീട്ടുകാർക്കും ഉപകാരമില്ല. അത് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. നാട്ടുകാർക്കും ഉപകാരം. നിങ്ങളാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ ഉപകാരം നിങ്ങളാണ് തീരുമാനിക്കുന്നത്. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? അത് താനാണോ തീരുമാനിക്കുന്നത്? എന്താ താൻ വിചാരിക്കുന്നത്? ഒരാൾ മരിച്ചപ്പോ എന്റെ വാല്യൂ നീയാണോ തീരുമാനിക്കുന്നത്? എന്റെ വാല്യൂ താനാണോ തീരുമാനിക്കുന്നത്? മറുപടി പറ. അത് ഇത്ര അർഹിക്കുന്നുള്ളൂ, ഇത്ര അർഹിക്കുന്നുള്ളൂ താൻ. നാട്ടുകാർക്കും കൂട്ടുകാർക്കും എന്റെ വാല്യൂ നീയാണോ തീരുമാനിക്കുന്നത്? എന്റെ വാല്യൂ താനാണോ തീരുമാനിക്കുന്നത്? അതേ സമയത്ത് ഏതെങ്കിലും ഒരു മതത്തിന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നാട്ടുകാർക്ക് ഉത്തരം പറയാൻ വയ്യാത്തത് കൊണ്ട് പ്രകോപിപ്പിച്ച് പരിഹസിച്ച് രക്ഷപ്പെടാമെന്ന ശ്രമമാണ് താൻ ഇവിടെ നടത്തുന്നത്. മനസ്സിലായോ? ആഖിറത്തിൽ വിട്ട് ഇപ്പൊ ദുനിയാവിൽ ഉണ്ടാവും, ദുനിയാവത്തെ കാര്യമുള്ളൂ. ആഖിറത്തിൽ അള്ളാഹ് നടപ്പിലാക്കാൻ പോകുന്ന നീതിയെ കുറിച്ച് ഒരു ചോദ്യത്തിൽ അത് അണ്ണാക്കിൽ കുടുങ്ങി കിടക്കാണ് ഇപ്പൊ അവിടെ. മനസ്സിലായോ? അണ്ണാക്കിൽ കുടുങ്ങി കിടക്കുക. അതുകൊണ്ടാണ് ഈ പരാക്രമം മുഴുവൻ താൻ കാണിക്കുന്നത്. അതുകൊണ്ടാണ് താൻ ഈ പരാക്രമം മുഴുവൻ കാണിക്കുന്നത്. ഞാൻ ഏതൊരു ചെറിയ മനുഷ്യനെ ബഹുമാനിക്കുന്ന ആളാ. പക്ഷെ അഹങ്കാരവും ഈ തരം വൃത്തികേട് കാണിക്കുന്നവരോട് ബഹുമാനമൊന്നുമില്ല. പറയും, ഉറപ്പല്ലേ? എനിക്ക് എന്നെ കൊണ്ട് വീട്ടുകാർക്കും നാട്ടുകാർക്കും ഉപകാരം ഉണ്ടോന്ന് താനാണോ തീരുമാനിക്കുന്നത്? അല്ല, താനാണോ തീരുമാനിക്കുന്നത്? താനാണോ തീരുമാനിക്കുന്നത്? അത് പറ. താനാണോ തീരുമാനിക്കുന്നത്? അത് പറ. നിങ്ങളെ വീട്ടിലേക്ക് നിങ്ങളെ കയറ്റുന്നുണ്ടായില്ല? താനാണോ തീരുമാനിക്കുന്നത്? താനാണോ തീരുമാനിക്കുന്നത്? മറുപടി പറയും. നിങ്ങൾ പറയും താനാണോ തീരുമാനിക്കുന്നത്? ഞാനല്ല. അല്ലല്ലോ. ഇനി ചോദ്യത്തിന് മറുപടി പറ. എന്നാൽ ചോദ്യത്തിന് മറുപടി പറ. എന്നാൽ ചോദ്യത്തിന് മറുപടി പറ. ചോദ്യത്തിന് മറുപടി പറ. നിങ്ങൾ നീതി നിർവഹണവുമായി ബന്ധപ്പെട്ട് ദുനിയാവിലെ കാര്യമാണോ പറയാൻ പോകുന്നത്? ആഖിറത്തിൽ അള്ളാഹ് നടപ്പിലാക്കാൻ പോകുന്ന നീതിയെ കുറിച്ചാണ് സംസാരിക്കാൻ വന്നത് ഇവിടെ. ഞാൻ ദുനിയാവിലും ഉപകാരം അള്ളാഹുവിനെ കൊണ്ട് ആഖിറത്തിലെ നീതിയെ കുറിച്ച് പറയാനാണ് ഞങ്ങളോട് പറഞ്ഞത്. നീതി മനസ്സിലായോ? നീതിയിൽ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിൽ വിശ്വാസം ഉണ്ടാവണോ? ആരാ പറഞ്ഞത്? വിശ്വാസം ഉണ്ടാവണോ? ആരത് പറഞ്ഞത്? ആരത് പറഞ്ഞത്? എല്ലാ മതത്തിലുണ്ട്. ഏത് മതത്തിലെ നീതിയുള്ളത്? ഏത് മതത്തിലെ നീതിയുള്ളത്? മതത്തിൽ നീതിയില്ല. നിങ്ങളുടെ മതത്തിൽ തീരെ നീതിയില്ല. ഞങ്ങൾക്ക് തെളിയിച്ചു തരപ്പോ. നിങ്ങളെ മതത്തിൽ തീരെ നീതിയില്ല. എന്റെ മതത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വിശ്വസിക്കുന്ന മതത്തിൽ തീരെ നീതിയില്ല എന്ന് ഞാൻ നിങ്ങളെ തെളിയിച്ചു തരാം. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ ഹാൻഡിൽ ചെയ്യാൻ? അതിന് മറുപടി പറയാൻ ധൈര്യം ഉണ്ടോ? അടുത്ത കോളിൽ നമുക്ക് ചെയ്യാം. നിങ്ങളെ ഇല്ലല്ല ഈ പോയിന്റ് ഇപ്പൊ ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക്? ഇതൊക്കെ എല്ലാം തീരും, എല്ലാ കഥയും തീരും. നിങ്ങളുടെ മതത്തിൽ നീതി എന്ന് പറയുന്ന സാധനമേ ഇല്ല. ഞങ്ങൾക്ക് തെളിയിച്ചു തരാം. ഉണ്ടോ? നിങ്ങളുടെ മതത്തിൽ നീതി എന്ന് പറയുന്ന സാധനം, മതത്തിലാണ് നീതി ഉള്ളത് എന്നാണ് നിങ്ങളുടെ വാദം. നിങ്ങളുടെ മതത്തിൽ നീതി തീരെ ഇല്ല എന്ന് ഞാൻ തെളിയിച്ചു തരാം. കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും രണ്ടും ഉപകാരമില്ല.
നിങ്ങളുടെ മതത്തിലേക്ക് കൊണ്ട് നിങ്ങളുടെ മതത്തിൽ നീതി ഒരു മിനിറ്റ് അപ്പൊ നിങ്ങളെ മതത്തുമ തുടങ്ങാൻ ധൈര്യമല്ല അല്ലെ? ഈ വഷളത്തരം പറയാനും ഈ കണകണ ചിരിക്കാനും മാത്രമേ അറിയുള്ളൂ. ഇസ്ലാമിനെ കുറിച്ചൊരു വാക്ക് പറയാനുള്ള ഉഷറും പുളിയില്ലാത്തൊരു സുഹൃതി വെറുതെ മനുഷ്യന്റെ ഉറക്കം മെനക്കെടുത്തത്. മനസ്സിലായോ? ഇസ്ലാമിനെ കുറിച്ച് ഒരു പോയിന്റ് പറയാൻ ധൈര്യമുണ്ടോ? തൊട്ടുപ്പ് നോക്കാൻ ധൈര്യമുണ്ടോ? ഉണ്ടോ? എന്ത് നീതിയാണ് പറയണത്? നീതി നിങ്ങൾ നീതി പറയാൻ വിളിച്ചാലേ നിങ്ങൾ വാല് പൊക്കിയപ്പോ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ പറയാൻ പോകുന്നത് എന്താണ്? ഇല്ല, നിങ്ങൾ എന്റെ അടുത്ത് ഹലോ പറഞ്ഞ് നിങ്ങൾ ഭയങ്കര സെറ്റായിട്ട് തുടങ്ങി. നിങ്ങൾ കഥ പറഞ്ഞു തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞില്ല നിങ്ങൾ വാല് പൊക്കുന്നത് നീതിനെ കുറിച്ച് സംസാരിക്കാനാണെന്ന്. ആ നീതി ഇപ്പൊ നിങ്ങൾ വിഴുങ്ങിയില്ലേ? അണ്ണാക്കി കുടുങ്ങി കിടക്കല്ലേ നിങ്ങൾ ഇസ്ലാമിന്റെ നീതി? ആ പറഞ്ഞു. നിങ്ങൾ ഉത്തരം പറയില്ല. നിങ്ങൾ ആ ചോദ്യം അഡ്രസ് ചെയ്യാൻ പോലും തയ്യാറല്ല. അഡ്രസ് ചെയ്യാൻ പോലും തയ്യാറല്ല. ഞാൻ തെളിയിച്ചു തരാം. നിങ്ങൾ പറഞ്ഞ ഉദാഹരണത്തിൽ ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം ഇസ്ലാമിക നീതിയില്ല. നിങ്ങൾ പറഞ്ഞ ഉദാഹരണത്തിൽ, നിങ്ങൾ തുടക്കം മുതൽ പറയുന്ന ഉദാഹരണത്തിൽ, ഞാൻ പറഞ്ഞ ഉദാഹരണത്തിൽ തുടങ്ങാൻ ധൈര്യമില്ല. പോട്ടെ, ഞാൻ പറഞ്ഞ ഉദാഹരണത്തിൽ തുടങ്ങാൻ ധൈര്യമില്ല. അടുത്ത കളിയൊന്നുമല്ല. നിങ്ങൾ ഒന്നാം ഇല്ലല്ലേ? പിന്നെ നിങ്ങൾ വിളിച്ചു കിട്ടുന്നില്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് വിളിച്ചല്ലേ? ഇല്ലല്ലോ. നിങ്ങളവിടെ ഫോൺ നിങ്ങൾ ഇപ്പോഴും എന്താണ് ഇപ്പോ എന്തൊക്കെ കന്നഡയിൽ പറയുന്നുണ്ട്? ഏത്? എന്റെ ഫോൺ നമ്പർ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് ഓടിപ്പോന്നോ? ഇസ്ലാമിനെ കുറിച്ച് പറയാൻ പറയുമ്പോൾ നിങ്ങൾ അതിനെ ഓടുന്നത് എങ്ങനെയാ? അല്ല, അതിൽ ഞാൻ സംസാരിച്ചില്ല. ഇനി യൂട്യൂബ് കയറ്റി. അല്ലല്ല, ഇല്ലല്ല, നിങ്ങൾ പറയേ. നിങ്ങൾ അങ്ങനെ വെച്ചിട്ട് ഓടിപ്പോയാൽ എങ്ങനെയാ? ഇല്ല, ഞാൻ കട്ട് ചെയ്തല്ല. നിങ്ങൾ കട്ട് ചെയ്ത് ഓടിപ്പോയതാണ്. കട്ട് ചെയ്ത് ഓടിപ്പോയതാണ്. നിങ്ങളെ ഫോൺ കട്ട് ചെയ്ത് നിങ്ങൾ ഓടിപ്പോയത് കേട്ടോ. ഫോൺ കട്ട് ചെയ്ത് നിങ്ങൾ ഓടിപ്പോയി. എന്റെ ഫോൺ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആണ്, അതുകൊണ്ടാണ് ഞാൻ വാട്സാപ്പിൽ നിങ്ങളെ വിളിക്കുന്നത്. ആണ് ഇപ്പൊ ഞാൻ ഇല്ല, ഞാൻ നിങ്ങൾക്ക് ഹലോ, നിങ്ങളെ നമ്പറൊക്കെ കയ്യിൽ വെച്ചാൽ മതി കേട്ടാ. എന്ത്? ആ നമ്പറൊക്കെ നിങ്ങൾ കയ്യിൽ വെച്ചാൽ മതി. അതെ, ആ നമ്പർ ഇപ്പൊ നിങ്ങൾ കാണിച്ചിരിക്കുന്ന നമ്പർ ഉണ്ടല്ലോ, കോള് കട്ട് ചെയ്ത് പോയിട്ട് നമ്പർ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഗെയിം. നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കേണ്ട ഘട്ടത്തിലെത്തിയപ്പോൾ കോള് കട്ട് ചെയ്ത് പോവുക. എന്നിട്ട് അതൊക്കെ ഉണ്ട്. അതൊക്കെ ഉറങ്ങാനുള്ള സമയമാണ് നിങ്ങൾ അപഹരിച്ചത്. എന്നിട്ട് നിങ്ങൾ തോന്നിയ പോലെ കട്ട് ചെയ്ത് പോവാ. 45 മിനിറ്റ് ഞങ്ങൾ സംസാരിച്ച ആ കോൾ റെക്കോർഡ് അല്ലല്ല, ഞാൻ കട്ട് ചെയ്തിട്ടല്ലേ. നിങ്ങൾ പറഞ്ഞ നിങ്ങൾ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പോയിന്റിൽ തന്നെ നിങ്ങളെ കാല് പതറി. അത് മുതൽ പിന്നെ അവസാനം വരെ ബഹളം വെച്ച് ആ വിഷയത്തിൽ സംസാരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അത് സംസാരിച്ചിട്ട് നിങ്ങൾ പോകാനുള്ള ആർജവം ഉണ്ടെങ്കിൽ സംസാരിക്കാം. ആ 45 മിനിറ്റും അതിനുശേഷം നിങ്ങൾ കോള് എന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തു എന്നതിന്റെ പ്രൂഫും അതും അപ്ലോഡ് ചെയ്യും. നിങ്ങൾ അതിനുശേഷം കോള് കട്ട് ചെയ്തതിനു ശേഷം നിങ്ങൾ എന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തു എന്നതിന്റെ തെളിവ് അപ്ലോഡ് ചെയ്യും. എല്ലാം അപ്ലോഡ് ചെയ്യും. എന്ത് ക്ലച്ച് പിടിക്കണ? ഇസ്ലാമുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞ ഉദാഹരണത്തെ പാളി ഞാൻ ചോദിച്ച ഉദാഹരണത്തിൽ തൊട്ട് നോക്കാൻ നിങ്ങൾക്ക് ധൈര്യമില്ല. എന്നിട്ട് കോള് കട്ട് ചെയ്ത് നമ്പർ ബ്ലോക്ക് ചെയ്തിട്ട് വാട്സാപ്പിൽ വിളിക്കുക. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന വാട്സാപ്പ് കോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല എന്നാ? ആണോ? നിങ്ങൾ ഇതുപോലെ വിഡ്ഢിയായല്ലോ മനുഷ്യ. ഇതുവിടും, എല്ലാം ഇടും. നിങ്ങൾ ഇവിടുന്ന് കട്ട് ചെയ്ത് പോയതും ബഹളം ഉണ്ടാക്കല്ലേ? ബഹളം ഉണ്ടാക്കണ്ട, എല്ലാം ഇടും. കട്ട് ചെയ്തതും ഇടും. അതിനുശേഷം നിങ്ങൾ എന്നെ ബ്ലോക്ക് ചെയ്തതാണ് എന്നതിന്റെ തെളിവിടും. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒന്നുമില്ല, മനസ്സിലായോ? നിങ്ങളുടെ ഫോട്ടോയും വെച്ചിട്ട് തന്നെ ഇടാൻ പോണത്. നിങ്ങളുടെ ഫോട്ടോയും വെച്ച് തന്നെ ഇടാം. അതന്നെ ഇടും. നിങ്ങളുടെ പേരും ഫോട്ടോയും വെച്ചിട്ട് തന്നെ ഇടാം. അപ്പൊ നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് പറയാൻ ധൈര്യമില്ല അല്ലേ? ഇസ്ലാമിനെ കുറിച്ച് പറയാൻ ധൈര്യമില്ലാത്തൊരു സുഹരിയോ
ആ സ്ക്രീൻഷോട്ട് ഇപ്പൊ നിങ്ങൾ സകല സുഹൃത്തുക്കൾക്കും മാനക്കേടുണ്ടാക്കുമല്ലോ. ഞാൻ ഫോൺ വിളിക്കുമ്പോ അറ്റൻഡ് ചെയ്യാത്തത് കട്ട് ചെയ്യാ, എന്നിട്ട് കട്ട് ചെയ്തിട്ട് ഓടിപ്പോയിട്ട് എന്റെ നമ്പർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക, എന്നിട്ട് നമ്പർ എടുക്കുക, എന്നിട്ട് നമ്പർ ഇറക്കുക. ഇത് റെക്കോർഡാകുന്നുണ്ടല്ലേ സ്ക്രീൻ വീഡിയോ, മനസ്സിലായോ? ഇത് വിടണോ? ഇതുവിടും. എന്റെ കോൾ ഇസ്ലാമിനെ കുറിച്ച് ഉത്തരം മുട്ടിയപ്പം പോയി നമ്പർ കട്ട് ചെയ്ത് ഓടിപ്പോയിട്ട് എന്റെ നമ്പർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഊസറും പുളി ഉണ്ട് നിങ്ങൾക്ക്? ഊസറും പുളി ഉണ്ട് നിങ്ങൾക്ക്? എന്റെ നമ്പർ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഡയലോഗ് അടിക്കേ. ഞാൻ അങ്ങോട്ട് വിളിക്കുകയാണല്ലോ നിങ്ങളുടെ അടുത്ത്. നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുമല്ലോ എന്ന് എനിക്കൊന്നും അറിയണല്ലോ. നിങ്ങൾക്ക് അതിനുള്ള ധൈര്യം ഉണ്ടോന്ന് അറിയാനാ വിളിച്ചത്. 5 മിനിറ്റ് സംസാരിക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ? ഉണ്ടോ ഇസ്ലാമിനെ കുറിച്ച് തൊട്ട് നോക്കാനുള്ള ധൈര്യമില്ല. ഓക്കെ, ഇസ്ലാമിൽ നീതി എന്ന് പറയുന്ന സാധനമില്ല. നീതി മനുഷ്യരുണ്ടാക്കിയതാണ്. ആ മനുഷ്യരുണ്ടാക്കിയ നീതി ഇസ്ലാമിനകത്ത് വരുമ്പം അത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതാണ്, വേറെ ഒരാൾക്കും ഇല്ല. നിങ്ങൾ പറഞ്ഞ ഉദാഹരണങ്ങൾ തന്നെ അതിന് മതിയായ തെളിവാണ്. അത് നിങ്ങൾക്ക് ഉത്തരം മുട്ടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് നിങ്ങൾ അതിൽ തൊടാത്തത്. ഉദാഹരണങ്ങളിൽ തൊട്ടു നോക്കാൻ നിങ്ങൾക്ക് ധൈര്യമില്ലാത്തത് അള്ളാഹുവിന്റെ ദീൻ പറയാൻ നിങ്ങൾക്ക് ആത്മാർത്ഥതയില്ല, ആത്മവിശ്വാസമില്ല, നിങ്ങൾക്ക് ഈമാനില്ല. അതാ പ്രശ്നം. നിങ്ങൾക്ക് ഈമാനില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ബാക്കിയുള്ളവർക്ക് ഈമാൻ ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ ആ ഈമാൻ ഇല്ലാത്ത ഉസ്താദുമാരെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ നിങ്ങളെ കയ്യിലുള്ള ഈമാന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഈമാനിന്റെ കാര്യം പറയേണ്ട സമയത്ത് ഫോൺ കട്ട് ചെയ്ത് ഓടിപ്പോയിട്ട് ബ്ലോക്ക് ചെയ്ത് വെക്കേ. ഊസറും പുളി ഉണ്ടോ മൊയ്ലിയാർ? നിങ്ങൾക്ക് ഉണ്ടോ? 45 മിനിറ്റ് ഇപ്പൊ സംസാരിച്ചില്ലേ, നാണം കെട്ടില്ല, പൊട്ടിപ്പാളി. അതെ, അത് നാട്ടുകാർ മൊത്തം കേട്ടിട്ട് നിങ്ങളെ നമ്പറും കൂടി കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് പൂച്ചണ്ടും അഭിനന്ദനത്തിന്റെ പൂച്ചണ്ടുകൾ വാരി വിതരാൻ വേണ്ടി നിങ്ങളെ നമ്പറും കൊടുക്കാം. ലിയാക്കത്തിനെ പൊട്ടി പൊളിയിച്ച ഉസ്താദിനെ അഭിനന്ദിക്കാൻ വേണ്ടി നിങ്ങളെ നമ്പറും കൊടുത്തേക്കാം കേട്ടോ. സന്തോഷായില്ലേ? സന്തോഷായോ ഉസ്താദെ? ചത്താലും ഇസ്ലാമിനെ തുടരുത് കേട്ടോ. ഇനി മിണ്ടാതിരിക്കുക. അതാണ് ഇതിനെ കുറിച്ച് സംസാരിക്കാൻ ധൈര്യം ഉണ്ടാവുമ്പോ വിളിച്ചാൽ മതി. വെറുതെ നിങ്ങള് 45 മിനിറ്റ് അതെന്തായി? നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് സംസാരിച്ചില്ലല്ലോ. അല്ല, അത് കേട്ട് നാളെ ആവട്ടെ, നിങ്ങൾ നേരം എനിക്ക് പോകാൻ വയ്ക്കും. അപ്പൊ ഞാൻ ഒന്ന് ലൈവിലെ സംസാരിക്കാം. ലൈവ് പ്രോഗ്രാം ഉണ്ടാകുന്നല്ലേ? ലൈവ് അല്ലത്. അല്ല, ലൈവ് നിങ്ങൾ ഉണ്ടാകുമ്പോണ്ടല്ലേ, അപ്പൊ ഞാൻ സംസാരിക്കാം. ഇനി അടുത്ത വിഷയം ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കാത്ത നിങ്ങളിപ്പോ പറഞ്ഞ വിഷയം ഇസ്ലാം എന്നല്ല പറഞ്ഞത്. അല്ലല്ല, നിങ്ങൾ ഇസ്ലാം പറഞ്ഞിട്ടേ ഇല്ല. നിങ്ങൾക്ക് നീതി, ഒരാൾക്ക് നീതി കിട്ടണം. നിങ്ങൾ പറഞ്ഞ ഉദാഹരണത്തിൽ നിങ്ങൾ ബഹളം ഉണ്ടാക്കല്ലേ. ഇനി അടുത്ത വിഷയം ഈ വിഷയം തെരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ ഞാൻ സംസാരിക്കും. അത് കേട്ടോളൂ, അത് കേട്ടോളൂ. നിങ്ങൾ 5-ാം തീയതി കോഴിക്കോട് വാ. സംവാദം നടക്കുന്നുണ്ട്. വരാൻ പറ്റില്ല, ഒരു മാസം കഴിഞ്ഞിട്ടാണ് സംവാദം നടക്കുന്നുണ്ട്. ഏത് പരിപാടി അടിമത്ത വിഷയത്തിൽ സംവാദം നടക്കുന്നുണ്ട്. നിങ്ങളെ പോലെയല്ല, ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കാൻ ധൈര്യമുള്ള മൂല്യന്മാർ ഇവിടെ ഉണ്ട്. എന്ത് വേണം പറഞ്ഞോളി. ഇസ്ലാമിനെ കുറിച്ചിട്ട് അതിന്റെ അവസ്ഥ എന്തായിരിക്കും? 5-ാം തീയതി കഴിഞ്ഞിട്ട് കാണാം. ഇങ്ങനെല്ലാം സംസാരിക്കാൻ പാടില്ല. നിങ്ങളൊരു യുക്തിവാദി ആളാണെങ്കിൽ യുക്തിപരമായിട്ട് തന്നെ സംസാരിക്കണം. നമ്മൾ യുക്തിപരമായിട്ട് സംസാരിക്കും. നിങ്ങളെ യൂട്യൂബിൽ ഇല്ലല്ലോ, ഒന്ന് കേട്ട് എല്ലാം ഒന്നിച്ചിട്ട് നമ്മൾ നിങ്ങൾക്ക് വിട്ടു തരുന്നതിന് പണം ഇസ്ലാമിനെ വിമർശിച്ചിട്ട് കുടുംബത്തിന് പറ്റണ്ടേ? അപ്പൊ ഒന്ന് കേറ്റേണ്ട ശേഷം തരാം, എല്ലാം ഒന്നിച്ചു തരുന്നതിന്. അല്ലാതെ ഉറങ്ങിക്കിടക്കുന്ന ഗോത്രത്തിന് പോയി ആക്രമിച്ച് കൊള്ള ചെയ്തിട്ടല്ലോ. അല്ലല്ലോ, നിങ്ങളെ മുഹമ്മദ് നബി ചെയ്ത പോലെ ഉറങ്ങിക്കിടന്ന ഗോത്രത്തിനെ കൊള്ള ചെയ്തിട്ടല്ലോ. തമ്മിൽ അല്ലെങ്കിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം നടക്കുന്നത്. അപ്പൊ ഞമ്മ അവരെ ആക്രമിച്ച് ഞമ്മ തെറ്റ് ചെയ്തെന്ന് അറിഞ്ഞിട്ടാ അവരെ സ്വത്തൊന്നും എടുത്തുകൊണ്ടുപോകില്ല. കൊള്ള ചെയ്യേ ഉറങ്ങിക്കിടക്കുന്ന ഗോത്രങ്ങളെ ഇന്ത്യന്റെ എത്രയോ സ്ഥലം അവര് കബ്സാക്കിട്ട് പറയുന്നതിന് ഇപ്പൊ അതേപോലെയാണ് പെൺകുട്ടികളൊക്കെ പിടിച്ചോണ്ടായിട്ട് നമുക്കിപ്പോ നമ്മള് ഇന്ത്യയും ചൈനയുമായിട്ട് അടിയുണ്ടായാല് ഞമ്മ ചൈനനെ ആക്രമിക്കുമ്പോ നിങ്ങൾ തീരെ ഒരു മാന്യതല്ലേ? അവിടുത്തെ സ്ത്രീകളൊക്കെ പിടിച്ച് ഓരിയക്കലാ. ആരെ സ്ത്രീകളെ? അത് നിങ്ങൾ എത്ര എന്റെ വ്യക്തിപരമായി എന്റെ സ്വന്തം ഉപ്പാനെ പറഞ്ഞെങ്കിലും ഞാൻ പറയില്ല. നിങ്ങളെ വീട്ടുകാരെ അതന്നെ ഈ യുക്തിവാദികൾ ഉണ്ടല്ലേ, പച്ച തെറി പറയുന്നവര്. തെറി പറയാൻ നമ്മൾ തെറി പറയുന്നവരെ ഉണ്ടാക്കുന്ന എങ്ങനെ അറിയോ? നിങ്ങൾ ഞങ്ങളെ നബിനെ പറയും, നമ്മൾ അള്ളാനെ പറയും. അപ്പൊ തിരിച്ച് ഞങ്ങൾ
ആവേശഭരിതമായിട്ട് ആക്രോശമായിട്ട് നമ്മളെ മനസ്സിൽ ഇതായിട്ടുണ്ടാവും നിങ്ങളെ പറയും പറയുമ്പോ ക്ലിപ്പ് എടുത്തിട്ട് ഇടുന്നത് നിങ്ങൾ അപ്പം ചോദിക്കും നിങ്ങൾ നബി പഠിപ്പിച്ചതല്ല ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പൊ ആര് പഠിപ്പിച്ചു തന്നത് ഒരു ബഹുമാനിക്കേണ്ട തീരുമാനിച്ചതാണോ? അല്ല ഞങ്ങൾ തെറി പറഞ്ഞോ? ആര് ഞങ്ങൾ തെറി പറഞ്ഞോ? പറഞ്ഞില്ലേ? എപ്പോ എന്താ പറഞ്ഞേ? പറഞ്ഞില്ലേ? എന്താ പറഞ്ഞു? തെറി പറഞ്ഞാൽ ഇല്ല, ഞാൻ തെറി പറഞ്ഞത് ബഹുമാനം അർഹിക്കുന്നില്ല, ബഹുമാനിക്കേണ്ട തീരുമാനിച്ചു, അത്രേ ഉള്ളൂ. നിങ്ങൾ എന്ന് പറഞ്ഞിടത്ത് നീ താൻ എന്ന് പറഞ്ഞു, അത് തെറിയൊന്നും അല്ല. അത് മതിയാവൂലേ? അല്ല, അത് മതിയല്ല. നിങ്ങൾ എന്റെ വ്യക്തിത്വത്തിന് മുകളിലോട്ട് കടന്നു കയറുന്നവനെ ബഹുമാനിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. നിങ്ങളെ വ്യക്തിത്വം ഞാൻ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു എന്ത് പറഞ്ഞു? ഞാൻ നാടിനും വീടിനും ഉപകാരമില്ലാത്തവനാണ് അല്ലേ നിങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. നമ്മളൊരു ആശയത്തിൽ പറയുമ്പോ ആശയത്തിൽ സംസാരിക്കണം. നിങ്ങൾക്ക് നിങ്ങൾ ലൈവിൽ വരാന്നല്ലേ പറഞ്ഞേ? നിങ്ങളൊരു ഡേറ്റ് പറ. വീഡിയോ ലൈവ് നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരാം. വിഷയം ഈ സാധനം തന്നെ സംസാരിക്കണം. ഇതിടും. ഇതിട്ടതിന് ശേഷം നിങ്ങൾ വരണം. ഇത് കയറ്റി കഴിഞ്ഞിട്ട് നിങ്ങൾ വരണം. കേറ്റതിന്റെ ശേഷം ഞാൻ വരുമല്ലോ. ഞങ്ങൾക്ക് ലിങ്ക് അയച്ചാൽ നമുക്ക് സംസാരിക്കാം. ഞാൻ സ്ക്രീൻ ഷോട്ട് എടുത്ത് അയക്കണം. നിങ്ങൾക്ക് എത്ര ഫോൺ വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങൾ എത്ര ഫോൺ അയച്ചിട്ടുണ്ടല്ലോ? 2 അല്ല, ഞാൻ റിസീവ് ചെയ്തത് 2 അല്ലേ? അല്ല, ഞാൻ നിങ്ങൾക്ക് അടിച്ച എത്രയോ കോൾ നിങ്ങൾ റിസീവ് ചെയ്തത് 2 അല്ലേ? നമ്പർ ബ്ലോക്ക് ചെയ്തു വെച്ചു. നിങ്ങൾ വെറുതെ നമ്പർ വെക്കല്ലേ? ഞാൻ പിന്നെ വാട്സാപ്പിൽ വിളിച്ചപ്പോഴാണ് നിങ്ങൾ എടുത്തത്. അല്ല, വാട്സാപ്പിൽ വിളിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് ലിയാഖത്ത് ഭായി. അത് ഞാൻ പറയാം. നിങ്ങൾ പറയുന്നത് നല്ല ശുദ്ധമായിട്ട് കേൾക്കോടെ. നിങ്ങളെ അതിനുള്ള ഇത് വ്യവസ്ഥ എല്ലാം ഉണ്ട്. ഞാൻ ഇവിടെ കച്ചവടത്തിന്റെ തിരക്കിൽ അങ്ങനെ ഇങ്ങനെയുള്ള ഐറ്റം, അപ്പൊ ഈ നെറ്റ്വർക്ക് ചിലപ്പോൾ കിട്ടൂല. അതിൽ സംസാരിച്ചിട്ട് കാര്യമില്ല. എന്നെ സംബന്ധിച്ച് രണ്ടും കുഴപ്പമില്ല. നിങ്ങൾക്ക് അല്ല, നിങ്ങളെ വായിസ് അവിടെ കറക്റ്റ് ആയിട്ട് കേൾക്കും, നിങ്ങളെ വായിസ്. പക്ഷെ എന്റെ വായിസ് കേൾക്കൂല. നിങ്ങളെ വായിസ് കേട്ടിട്ട് വെറും ബഹളം തന്നെയല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ ഉദാഹരണത്തിൽ നിങ്ങൾ കുറച്ചുകൂടി ക്ലാരിറ്റി വരണം. എന്റെ നിങ്ങൾ പറഞ്ഞ ഉദാഹരണം പോലും തൊടാൻ നിങ്ങൾക്ക് ധൈര്യമില്ല. പിന്നെ വെറുതെ സമയം കളയണ്ടല്ലോ. പിന്നെയും വിളിച്ചത് ഇപ്പൊ വിളിച്ചതായി നിങ്ങൾ പറയാൻ വേണ്ടി സംസാരിക്കുന്നില്ലല്ലോ. ഒരു സത്യസന്ധത ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞതിൽ ഞാൻ ബാളം വെക്കുന്ന ആളാണെങ്കിൽ എന്നെ പിന്നെ നിങ്ങൾ വാട്സാപ്പിൽ വിളിച്ചത്? ഞാൻ ഈ കോൾ കട്ട് ചെയ്തിട്ട് ഓടിപ്പോയിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് ഓടിപ്പോയി. ആരെ കട്ട് ചെയ്ത് ഓടിപ്പോയത്? സത്യ എന്റെ അടുത്ത് തെളിവുണ്ട് സുഹൃത്തെ. എന്റെ അടുത്ത് തെളിവുണ്ട്. ഞാൻ ഇതിന്റെ സ്ക്രീനും കൂടി റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്റെ സ്ക്രീനും റെക്കോർഡിംഗ് ആണ്. നിങ്ങൾ വെറുതെ ബേജാറാവണ്ട. എന്റെ സ്ക്രീനും റെക്കോർഡാണ്, കോള് മാത്രമല്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ കോള് മാത്രമല്ല, ഇതിന്റെ സ്ക്രീനും റെക്കോർഡാണ്. ഒരക്ഷരം സംസാരിക്കുമ്പോൾ നിങ്ങൾ റെക്കോർഡാണ്. നിങ്ങൾ ഇതിനിക്ക് നാളെ വേണ്ടി വരും, ആവശ്യമുണ്ടാന്ന് പറഞ്ഞിട്ട് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതിനെ റെക്കോർഡിംഗ് എന്നെ പേടിപ്പിക്കുന്നത് വേണ്ട. മറ്റുള്ള നിങ്ങളുടെ കോള് മാത്രമല്ല, നിങ്ങൾ നോണ പറഞ്ഞിട്ട് കാര്യമില്ല. നോണ പറഞ്ഞ നിങ്ങൾ പറയുന്ന നോണ നാട്ടുകാർക്ക് ബോധ്യപ്പെടും നോണയാണെന്നല്ല. എന്തുകൊണ്ടാ പറയുന്നത് പറഞ്ഞുതരാം. നിങ്ങളൊന്ന് ഒരു മിനിറ്റ് കേൾക്കാൻ പഠിക്കും ആദ്യം. നിങ്ങളിപ്പോ പറയുന്നതിലെ പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കോള് കട്ട് ചെയ്ത് ഓടിപ്പോയി. എന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തു. അതിന്റെ തെളിവ് എന്റെ സ്ക്രീൻ റെക്കോർഡിലുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? എന്നിട്ട് ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിച്ചു, വാട്സപ്പിൽ വിളിച്ചു, പലതവണ വിളിച്ചു. നിങ്ങൾ നമ്പർ നിലവിലില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല, നമ്പർ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചു. പിന്നെ വാട്സപ്പിൽ ഞാൻ നിങ്ങളെ വിളിച്ചു. വാട്സപ്പിൽ വിളിച്ചപ്പോ അങ്ങോട്ട് വിളിച്ചു. നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചല്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചു. നിങ്ങൾ റിസീവ് ചെയ്തു. നിങ്ങൾ റിസീവ് ചെയ്തു. അതിനുശേഷം മറ്റേ കോൾ ഓക്കെ ആക്കി. ഈ നമ്പറുകളൊക്കെ കയ്യിൽ വെച്ച് എന്റെ ഒക്കെ തെളിവ് എന്റെ ഫോൺ കോൾ ആര് വിളിച്ചത് അത് പറയും. ഇതൊക്കെ നാളെ പുറത്തു വിടും. നിങ്ങളെ ഫോട്ടോയും ഉണ്ടാവും, നമ്പറും കൊടുക്കും. ഇത് വിളിച്ചാരിപ്പോ ഇത് വിളിച്ചതാരി ഈ കോളർ വിളിച്ചാരി. അത് നിങ്ങളൊന്ന് വിളിച്ചു, സമാധാനം. കാരണം എന്റെ അടുത്ത് നിങ്ങളെ നമ്പർ നടക്കൂല, നിങ്ങൾക്ക് മനസ്സിലായി. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് നമ്പർ മനസ്സിലാക്കി എനിക്കൊന്നും പറ്റാനൊന്നുമില്ലല്ലേ? ഇല്ലില്ല, മൊത്തം ഫോട്ടോയും ഉണ്ട് എന്റെ കയ്യില്. ഫോട്ടോ കിട്ടി നിങ്ങൾക്ക് അറിയാം. ഫോട്ടോയും നമ്പറൊക്കെ വെച്ച് നാളെ പോകും നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ നമ്പർ എടുക്കാറില്ലേ? ശരി, നിങ്ങൾ എന്നെ തെറി വിളിക്കാൻ മുട്ടി നിൽക്കുന്ന ഒരു ഖത്തറുകാരൻ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. കുറെ നേരം എന്നെ തെറി വിളിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട്.
അത് നിങ്ങളെ സംസ്കാരമല്ലേ, ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റാ? ഇസ്ലാമിന്റെ സംസ്കാരല്ലേ. അല്ലല്ല ഞാൻ അബൂബക്കറൊക്കെ മുമ്പിനെ മുമ്പിൽ വെച്ച് തെറി വിളിച്ചല്ലേ. അല്ലല്ല ഞാൻ ഒന്ന് എന്താ ചെയ്യാൻ പറ്റാ? സൗഹാർദ്ദപരമായിട്ട് ഒരു ചോദ്യം. നിങ്ങൾ സൗഹാർദ്ദപരമായിട്ട് സംസാരിക്കാൻ ഒഴിഞ്ഞു വിളിക്കും. അല്ല ഒന്ന് വിളിക്കുന്നു ഇത് സൗഹാർദ്ദപരമായിട്ട്. ഇത് നിങ്ങളെ കൊണ്ട് കഴിവില്ല ഉസ്താദേ, വെറുതെ നിങ്ങൾ ഇതിന് വേണ്ടി ശ്രമിക്കണ്ട. അല്ല ഒന്ന് ചോദിക്കട്ടെ, എപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടുകാർക്കും എപ്പോഴും കുറെ ആൾ തെറി പറയുന്നുണ്ട്, ഞാൻ കേൾക്കലുണ്ട്, ഇല്ലാന്ന് പറയില്ല. അത് ചിലപ്പോ മുസ്ലിങ്ങളാ അല്ല നിങ്ങൾ സെറ്റ് ചെയ്തതാ എങ്ങനെ എനിക്കറിയില്ല, അത് എന്ത് വേണമെങ്കിൽ പറ്റും. അല്ല എന്നല്ല നമ്മളെ കോള് കേട്ടിട്ട് ആയിരിക്കും ആവാതിരിക്കും. അല്ലല്ല ഞാൻ ചോദിക്കട്ടെ, അതായത് നമ്മളുടെ കോള് കേട്ടിട്ട് ആൾക്കാർ ഇതേ ചോദ്യം എന്നോട് ചോദിക്കും. ഇന്നത്തെ ദുനിയാവിന്റെ അവസ്ഥ അതാണ്, ആയിരിക്കും ആവാതിരിക്കും രണ്ടിനും സാധ്യതയുണ്ട് ദുനിയാവിന്. സെറ്റ് ചെയ്തിട്ടും വിളിക്കുന്നു. ഇപ്പൊ ഒരു പൊളിറ്റിക്സ് അവൻ പൈസ കൊടുത്തിട്ടും അവന്റെ പിന്നാലെ വരുന്നത്, പൈസ കൊടുക്കാതെയും വരുന്നുണ്ട്. അതേപോലെ ഇപ്പൊ ആരിഫിന് എത്ര കോള് അവൻ എന്നെ സെറ്റിംഗ് ആക്കിയിട്ട് ചെയ്തിട്ടും അല്ലല്ല ഞാൻ പറയുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് കുറെ ഇതേപോലെയാണ് എല്ലാ കോളും. ഈ ചെറിയെല്ലാം കോൾ റെക്കോർഡ് ചെയ്തിട്ട് അതിനെ യൂട്യൂബിലേക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് എന്ത് സ്വസ്ഥത ഉള്ളത് അതൊന്ന് പറയും. അതിലെന്ത് മനസ്സമാധാനം ഉള്ളത്? അതായത് ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോഴേ ഇസ്ലാമിൽ പറയാനുള്ള അവകാശം എനിക്കില്ല, നിങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. നിങ്ങൾ ആശയം മുമ്പോട്ട് വെക്കാം, നമുക്ക് കഴിയുന്നെങ്കിൽ നിങ്ങൾ സംസാരിക്കാം, അത്രേ ഉള്ളൂ. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പുറത്തു വിടുന്നത്. അത്രേ ഉള്ളൂ. അത് മനസ്സിലാക്കി കൊടുക്കുന്ന വിശ്വാസികൾക്ക്. ഇനി നാളെ ഒരെണ്ണം വരാൻ പോകുന്നുണ്ട്, 25 ആള് ഗ്യാങ്ങായി നിന്നിട്ട് എത്ര എന്നെ വിളിച്ചത്. എന്നെ മാത്രല്ല, എന്റെ 5 നേരം നിസ്കരിച്ച് ഒരു മിനിറ്റ് നിങ്ങൾ ഇങ്ങനെ ഉസ്താദ് ഇങ്ങനെ ആയാലും എങ്ങനെ 5 നേരം നിസ്കരിച്ച് വീട്ടിൽ ഒരു മിനിറ്റ് 5 നേരം നിസ്കാരവും നിങ്ങൾ കേൾക്ക് സുഹൃത്തെ, ഒരു വിശ്വാസിയുടെ കഥയാണ് നിങ്ങളോട് പറയണത്. 5 നേരം നിസ്കരിച്ച് ഓതി കിടന്നുറങ്ങണ എന്റെ ഉമ്മാനെ പൂരത്തെറി പറയാൻ വേണ്ടി 25 പേര് ഗ്യാങ് ചേർന്നിട്ട് എന്നെ വിളിച്ചു. തെറ്റന്നെ, റോങ്. ഒരിക്കലും ഞാൻ പറഞ്ഞ അതിൽ തെറ്റില്ല എന്നാ പറഞ്ഞ. അത് തെറ്റന്നെ. 25 ആള് കൂട്ടം കൂടി എന്നെ വിളിക്കുക. ഇന്ത്യ രാജ്യത്ത് എല്ലാ മതത്തിന് വിശ്വസിച്ചും ജീവിക്കാൻ, മതം ഇല്ലാതെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അത് ഇസ്ലാമിലില്ല. ഇസ്ലാമിലുണ്ട്. ഒരു വിശ്വസിക്കാതൊക്കെ വേണേ ജീവിക്കാം, വിമർശിച്ച് ജീവിക്കാം, അവകാശമല്ല. അയ്യേ, വിമർശിക്കാനുള്ള അവകാശം ഇല്ല. വിമർശിക്കുന്നതാണ് കൊല്ലും. ഇപ്പൊ ഇന്ന് ഇസ്ലാമിക് രാഷ്ട്രം എത്ര ഉണ്ട്? അപ്പൊ വിമർശിച്ച വിവരം അറിയും. സൗദിയിൽ ഇപ്പൊ ജീവിക്കുന്നില്ലേ? ചെന്ന വിവരം അറിയും. ഇന്ത്യയിൽ ഇന്ത്യനെ വിമർശിച്ചാൽ ഇന്ത്യനെ ഇന്ത്യ പോലെ സൗദി ഇസ്ലാമും തമ്മിൽ എന്താ? അയ്യേ, ഇതെന്ത് ഇല്ലാകത്തായി. ഞാൻ പറഞ്ഞത് നിങ്ങൾ സൗദിക്കൊന്നും പോണ്ട, ഞാൻ പറഞ്ഞത് കിതാബിലേക്ക് മടങ്ങും, നിങ്ങൾ പ്രമാണങ്ങളിലേക്ക് വരൂ. അപ്പൊ ശരി, എന്തായാലും ഓക്കെ.